നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പ്ലസ് ടുവിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഫിസിക്സിന്റെ ചാപ്റ്റർ ഒന്നാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇഷ്ടംപോലെ എസ്സേ, റേ ഡയഗ്രാംസ്, ഒരുപാട് പേർക്കും ടഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. റേ ഡയഗ്രാംസും ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റേ കൊനസ്റ്റുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓരോ എസ്സേ നിങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ കമന്റ്സ് ഇടുക. ക്ലാസ് നന്നായിട്ട് മനസ്സിലായെങ്കിൽ മനസ്സിലായാലും ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് കമന്റ് ഇട്ടേ കേട്ടോ. കാരണം റേ ഒപ്റ്റിക്സിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്ന ഒരു എസ്സേ ആണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഇത് പല സ്കൂളിലും പ്രാക്ടിക്കലുള്ളതാണ്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്കത് പഠിക്കാന്നുള്ളതാണ്. അന്നേരം ഒരു പ്രിസത്തിനകത്ത് റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഇപ്പാടെ ഒന്ന് നിങ്ങൾക്ക് ശരിക്കും കാണുന്ന രീതിയിൽ ഒന്ന് ചെയ്യാം. നോക്കണം അതെ, ഇതാണ് പ്രിസം എ ബി സി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് ദി പ്രിസം എന്ന് പറഞ്ഞാൽ പ്രിസത്തിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നതാണ് എ ബി സി. അതിനകത്ത് എ ബിയും എ സിയും രണ്ട് വശങ്ങളാണ്. എ ബി ആൻഡ് എ സി ആർ ദി ഫേസസ്. FACES. എ ബിയും എ സിയും രണ്ട് ഫേസസ് ആണ്. SP is an incident ray. SP എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് റേ ആണ്. ഏത് ഫേസിലാണ് വന്ന് വീഴുന്നത്? എ ബി എന്ന് പറയുന്ന ഫേസിൽ വന്ന് വീണു. SP എന്ന് പറയുന്ന റേ ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന റേ എ ബി എന്ന് പറയുന്ന ഫേസിൽ വന്ന് വീണു. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ഒന്നുകൂടെ പറയാം. ABC is the principal section of the prism with faces AB and AC and BC is the base. Base എന്ന് പറയുന്നത് BC ആണ്. SP is an incident ray. Incident at the face. ഏത് ഫേസിൽ വന്ന് വീണു? AB at an angle of incidence I1 and angle of refraction R1. Then according to Snell's law. Snell's law എന്ന് പറഞ്ഞാൽ എന്തുവാണ്? N is equal to sin I by sin R. ഇതാണ് Snell's law. അങ്ങനെയാണെങ്കിൽ Snell's law വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. N is equal to sin I1 by sin R1. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആയോ? പടം നല്ലപോലെ വരയ്ക്കണം. പടത്തിന് മാർക്കുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഒന്നുകൂടെ ഞാൻ ഡയഗ്രം ഇതാക്കാം. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത് PQ is another ray. PQ എന്ന് പറയുന്നത് മറ്റൊരു റേ ആണ്. ഇൻസിഡന്റ് അറ്റ് ദി ഫേസ്. ഏത് ഫേസിൽ ഇൻസിഡന്റ് ചെയ്ത്? AC. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് R2. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ I2. PQ എന്ന് പറയുന്ന മറ്റൊരു റേ AC എന്ന് പറയുന്ന ഫേസിൽ വന്ന് ഇടിച്ചു. അന്നേരം അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2 ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2. പക്ഷേ നമ്മൾ സ്നെൽസ് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതത്തുള്ളൂ. N is equal to sin I2 by sin R2. അത് നമുക്ക് 1/n എന്നൊക്കെ പറഞ്ഞ് എഴുതാം. തിരിച്ചെഴുതി വരുമ്പോഴും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. N is equal to sin I2 by sin R2. ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ അല്ലേ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. അടുത്ത ഫ്രം ദി ക്വാഡ്രിലാറ്ററൽ APNQ. ആണ്ടെ APNQ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വരച്ച് കാണിക്കാം. APNQ ഉണ്ടോ? APNQ ഇത് ഞാൻ ഒന്ന് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. APNQനകത്ത് നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത നോക്കി. ഒരു ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഇപ്പം AN ഓപ്പോസിറ്റ് ആംഗിൾസ് എടുത്ത് ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 180. അതിന്റെ ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 3. അടുത്ത് ഫ്രം ട്രയാംഗിൾ PNQ അത് ഞാൻ വരയ്ക്കാം. PNQ ഇടയിലുള്ള ആംഗിൾ R1 ഉം R2. ട്രയാംഗിളിന്റെ പ്രത്യേകത എന്തുവാ? 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. 3 ആംഗിൾസിന്റെ സം എന്ന് പറയുമ്പോൾ R1 R2 ഇത് ആംഗിൾ N ആയിട്ട് എടുക്കണം. R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് ആംഗിൾ N ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 180 മൈനസ് R1 പ്ലസ് R2 ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. 180 മൈനസ് R1 പ്ലസ് R2 ഇക്വേഷൻ നമ്പർ 4.
ഇത്രയും ക്ലിയർ ആയേ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വരച്ചത്. ഇനി ഇക്വേഷൻ 3 നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കി. ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു 180. ഈ ആംഗിൾ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 180 മൈനസ് R1 പ്ലസ് R2 കൊടുക്കാം. എന്തോ ഒരു ഇക്വേഷൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ എന്നിന് പകരം 180 മൈനസ് R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു 180. 180 ക്യാൻസൽ ആയി. ബാക്കി ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദി പ്രിസം, വെറും എ എന്ന് പറഞ്ഞാലും ആംഗിൾ ഓഫ് ദി പ്രിസം ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ അങ്ങ് കളയാം. എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദി പ്രിസം ആണല്ലോ, ആ സിമ്പിൾ അങ്ങ് കളഞ്ഞു. എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2, ഇക്വേഷൻ നമ്പർ 5. ഇത്രയും വരെ നിങ്ങൾ ക്ലിയർ ആണോ നോക്കണം. ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പിടിക്കണം. ഇക്വേഷൻ നമ്പർ 5 വരെ. ഇനി നിങ്ങൾ ഈ പടം ഒന്ന് ശരിക്കും നോക്കി. ഈ പടത്തിനകത്ത് ഡി എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടോ? ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ആ ഇൻസിഡന്റ് റേക്ക് റിഫ്രാക്റ്റഡ് റേക്ക് ഇടയിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, അതായത് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് ഇൻസിഡന്റ് റേക്കും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ്. നോക്കി, ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ പല രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. അല്ലെങ്കിൽ ഇപ്പം I1ഉം R1ഉം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെങ്കിൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു I1 R1 ഉണ്ട്, I2 R2 ഉണ്ട്. ഡിഫറൻസ് എഴുതാം I1 മൈനസ് R1, നടുക്കുള്ള സിമ്പിൾ പ്ലസ് I2 മൈനസ് R2. ഡിഫറൻസ് ആയല്ലോ, I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. I1 മൈനസ് R1 നടുക്കുള്ള സിമ്പിൾ പ്ലസ് I2 മൈനസ് R2. എന്നിട്ട് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതിക്കേണ്ടി I1 പ്ലസ് I2, പിന്നെ മൈനസ് ഓഫ് ബാക്കി എന്ത് എഴുതാം R1 പ്ലസ് R2. നിങ്ങൾ വേണമെങ്കിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, മൈനസ് R1 മൈനസ് R2, മൈനസ് R1 മൈനസ് R2. ശരിയല്ലേ? ഈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പഠിച്ച എ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗത്തിന് എ എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ. ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഈ ആംഗിളിന്റെ സിമ്പിൾ നമുക്ക് കളയാം. ഈ ആംഗിൾ ഡിയുടെ ആംഗിളിന്റെ സിമ്പിൾ കളയാം. ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ. ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ. നമുക്ക് അതിൽ നിന്ന് I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എ. ഡി പ്ലസ് എ തന്നെയാണ് തിരിച്ചെഴുതിയാൽ എന്ത് വരുന്നത്? എ പ്ലസ് ഡി. അന്നേരം I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു എ പ്ലസ് സ്മോൾ ഡി. ഇക്വേഷൻ നമ്പർ 6. ഇത്രയും വരെ ഒരു എസ്സേയുടെ നല്ല ഭാഗമാണ്. ആദ്യം വൃത്തിയായിട്ട് പടം വരയ്ക്കണം. NEC-യിൽ sin I1 ബൈ sin R1, NEC-യിൽ sin I2 ബൈ sin R2, പിന്നെ ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നു, നമ്മൾ ട്രയാങ്കിൾ എടുക്കുന്നു, അതിന് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. A is equal to R1 പ്ലസ് R2. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഓരോ സ്റ്റെപ്പുകളും. പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു, അത് ഇക്വേഷൻ നമ്പർ 6. ഇനി ഒരു ID ഗ്രാഫാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കേണ്ടതാണ്. ID ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് along the x-axis and angle of deviation along the y-axis. Angle of incidence along the x-axis and angle of deviation along the y-axis. നോക്കി, ഇവിടെ I1 എന്നും ഇവിടെ I2 എന്നും ഇവിടെ I എന്ന് കൊടുക്കുക. ഇവിടെ സ്മോൾ ഡി, ഇവിടെ ക്യാപിറ്റൽ ഡി. ഇനി ഈ ഗ്രാഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ആസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കി ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുമല്ലേ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ് ആൻഡ് റീച്ചസ് എ മിനിമം വാല്യൂ. ഇവിടെ ഒരു മിനിമം ആൻഡ് ദെൻ ഇൻക്രീസസ്. ഒന്നുകൂടെ പറയാം, ആസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ് ആൻഡ് റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് ദെൻ ഇൻക്രീസസ്. ആ മിനിമം വാല്യൂവിനെ പറയുന്ന പേരാണ്, ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതിയിട്ടുണ്ട്, ഡി, ക്യാപിറ്റൽ ഡി. ആ മിനിമം വാല്യൂവിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് 3 കണ്ടീഷൻസ് പറയാം. ഒന്ന്, I1 is equal to I2 is equal to I. അങ്ങനെയാണെങ്കിൽ സിമിലർലി R1 is equal to R2 is equal to R.
സ്മോൾ ഡിക്ക് വരെ എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ ഡി. 3 കണ്ടീഷൻ ഏതൊക്കെയാ? I1 is equal to I2 is equal to I, R1 is equal to R2 is equal to R, small d is equal to capital D. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 5 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to R1 plus R2 അല്ലേ? R1 ഉം R2 എന്തിന് തുല്യമാണ്? R ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? A is equal to R plus R എന്ന് പറഞ്ഞാൽ A is equal to R plus R എന്ന് പറഞ്ഞാൽ 2R. അതിന് R is equal to A by 2. ഇക്വേഷൻ നമ്പർ 7. അതുപോലെ തന്നെ ഇക്വേഷൻ 6 എന്ന് പറയുന്നത് I1 plus I2 is equal to നോക്കി I1 plus I2 is equal to A plus D. I1 ഉം I2 ഉം Iക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1 വരെ I എന്ന് കൊടുക്കാം, I2 വരെ I എന്ന് കൊടുക്കാം, A plus സ്മോൾ ഡിക്ക് വരെ നമ്മുടെ കണ്ടീഷൻ ഉണ്ടല്ലോ, എന്തുവാ? ക്യാപിറ്റൽ ഡി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഡി. I plus I എന്ന് പറഞ്ഞാൽ 2I is equal to A plus D. അതിൽ നിന്ന് I is equal to A plus capital D ആണ്, A plus D by 2. ഇത് ഇക്വേഷൻ നമ്പർ 8. Then according to Snell's law, N is equal to ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും എഴുതുകയാണ് sin I by sin R. N is equal to sin Iക്ക് പകരം A plus D by 2 by Rന് പകരം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു, Rന് പകരം A by 2 sin A by 2. ഇതാണ് മെയിൻ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഈ എസ് എ ഏറ്റവും കൂടുതൽ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ റിപ്പീറ്റ് ചെയ്ത എസ്. നിങ്ങൾ 1 or 2 വട്ടം കേട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പഠിക്കാം. ഗ്രാഫ് ഉൾപ്പെടെ, ഡയഗ്രം ഉൾപ്പെടെ, റേ ഡയഗ്രം ഉൾപ്പെടെ വൃത്തിയായിട്ട് പഠിക്കണം. റിലേഷൻ ബിറ്റ്വീൻ U, V ആൻഡ് R 5 മാർക്കിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, എളുപ്പത്തിൽ പഠിക്കാം. റേ ഡയഗ്രം ഒക്കെ ഒരു ടെൻഷൻ ഇല്ല, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. കാരണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, കമന്റ്സ് ഒക്കെ ഇടുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്നും വ്യക്തമായിട്ട് കമന്റ് ഇട്ടേക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കയറാം. റിലേഷൻ ബിറ്റ്വീൻ U, V ആൻഡ് R. ഓക്കെ, അന്നേരം ഇതിനകത്തൊരു ഫിഗർ കാണിക്കുക. ഇതാണ് ഡയഗ്രം. ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. XY എന്ന് പറയുന്ന ഒരു ലെൻസിന്റെ ഒരു പാർട്ടാണ്. പാർട്ട് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ലെൻസ് വരയ്ക്കുന്നത് ഒരു കോൺവെക്ഷൻ വരയ്ക്കുന്നത് ഇത്രയാണ്, ഇങ്ങനെയാണ്. അതിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. അന്നേരം നോക്കി XY എന്ന് പറയുന്ന ഒരു ലെൻസിന്റെ പാർട്ടാണ്. ഒബ്ജക്റ്റ് O എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് മുതൽ M എന്ന് പറയുന്നത് ആ ലെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം എപ്പോഴും U ആണ്. ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം U ഉം, ലെൻസ് മുതൽ P വരെ, P എന്ന് പറഞ്ഞാൽ പോൾ ആണ്, പോൾ വരെയുള്ള ദൂരം R ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ലെൻസ് മുതൽ ഇമേജ് വരെയുള്ള I എന്ന് പറയുന്നത് ഇമേജ് ആണ്, ഇമേജ് വരെയുള്ള ദൂരം V ആണ്. ഒന്നുകൂടെ പറയാം, ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം U ആണ്, ലെൻസ് മുതൽ P വരെയുള്ള ദൂരം R ആണ്, ലെൻസ് മുതൽ I വരെയുള്ള ദൂരം V ആണ്. ഇനി ഇതിനകത്ത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ, സൂക്ഷിച്ച് നോക്കിയാൽ 5 ആംഗിൾ കാണാം. എളുപ്പത്തിൽ പഠിക്കാം. ആൽഫ, ബീറ്റ, ഗാമ അടുപ്പിച്ചാണ്. ആൽഫ, ബീറ്റ, ഗാമ, IA, RA 5 ആംഗിൾ ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, IA, RA 5 ആംഗിൾ. N1 ഉം N2 ഉം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. N1 എന്ന് പറയുന്നത് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N2 എന്ന് പറയുന്നത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. N1 be the refractive index of air and N2 be the refractive index of lens. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അന്നേരം XY എന്ന് പറയുന്ന ഒരു ലെൻസിന്റെ പാർട്ടാണ്. ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം U ആണ്, ലെൻസ് മുതൽ P വരെയുള്ള ദൂരം R ആണ്, ലെൻസ് മുതൽ ഇമേജ് I വരെയുള്ള ദൂരം V ആണ്. 5 ആംഗിളുടെ ആൽഫ, ബീറ്റ, ഗാമ, IA, RA. പിന്നെ N1 be the refractive index of air and N2 be the refractive index of lens. ക്ലിയർ ആണല്ലോ? ഇത്രയും പാഠം നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഫ്രം ട്രയാങ്കിൾ OPN മനസ്സിലാക്കി പഠിക്കണേ. ഒരു ഡൗട്ടും അത് വരരുത്. O ആണ്, ഒന്നുകൂടെ ഞാൻ ഡയഗ്രാം വലുതാക്കാം. OPN ഇതാണ് OPN. നമ്മൾ മാത്സിൽ പഠിക്കുന്നില്ല. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. OPN ൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് I ആണ്, ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ I is equal to alpha plus beta. Equation number 1.
ക്ലിയർ ആണല്ലോ. ഒ പി എൻ എടുക്കുമ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഐ ആണ്, ഇന്ത്യൻ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയാണ്. ഒരു ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ഫ്രം ട്രയാങ്കിൾ ഐ പി എൻ നോക്കി, ഐ പി എൻ. ഇവിടെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റയാണ്, ഇന്ത്യൻ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആറും ഗാമയാണ്. അന്നേരം ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ. ഉണ്ടോ? ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ. അതിൽ നിങ്ങൾ ആർ കണ്ടുപിടിക്കണം. ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്താൽ മതി. അതായത് ഐയും ആറും നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഫ്രം ട്രയാങ്കിൾ ഒ പി എൻ നിന്ന് ഐ കണ്ടുപിടിച്ചു, ഫ്രം ട്രയാങ്കിൾ ഐ പി എൻ നിന്ന് നമ്മൾ ആറ് കണ്ടുപിടിച്ചു, ബീറ്റ മൈനസ് ഗാമ. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. അത്രയും ക്ലിയർ ആണല്ലോ. ഫ്രം സ്നെൽസ് ലോ, സ്നെൽസ് ലോ എന്തോടെ n ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ എന്നല്ലേ. നമുക്ക് തിരിച്ചു എഴുതാമല്ലോ. സൈൻ ഐ നോക്കിയേ, സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n. ഇവിടെ രണ്ട് മീഡിയം ഇല്ലേ, n1 ഉം n2. രണ്ട് മീഡിയം ഉണ്ടെങ്കിൽ n1 ഫസ്റ്റ് മീഡിയം ആയിട്ട് എടുക്കുക, n2 സെക്കൻഡ് മീഡിയം ആയിട്ട് എടുത്താൽ സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം എന്ന് കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു സെക്കൻഡ് മീഡിയം n2 ബൈ ഫസ്റ്റ് മീഡിയം n1. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2 ബൈ n1. ക്ലിയർ ആണോ? ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് ഐ ആൻഡ് ആർ, സ്മോൾ വാല്യൂസ് നമ്മൾ പഠിക്കുന്നതാണ്. സൈൻ ഐയും സൈൻ ആറും ഉണ്ടെങ്കിൽ, സ്മോൾ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ ഐയുടെ കൂട്ടത്തിൽ കിടക്കുന്ന സൈൻ എന്ന് പറയുന്ന കമ്പോണന്റ് കളയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സൈൻ ഐ, സൈൻ എന്ന് പറയുന്ന കമ്പോണന്റ് കളഞ്ഞാൽ ബാക്കി എന്ത് വരും? ഐ. സൈൻ ആറിൽ സൈൻ എന്ന് പറയുന്ന കമ്പോണന്റ് അങ്ങ് പോയാൽ ആർ. സൈൻ വെട്ടിയിട്ടല്ല, ഫോർ സ്മോൾ ആംഗിൾ പ്രിസം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതിനകത്ത് സൈൻ ഇപ്പൊ ടാൻ തീറ്റ ബൈ ടാൻ ആൽഫ. ഫോർ സ്മോൾ വാല്യൂസ് എടുത്താൽ ടാന്റെ കമ്പോണന്റ് കളയും, അന്നേരം തീറ്റ ബൈ ആൽഫ. അതുപോലെ തന്നെ സ്മോൾ വാല്യൂസ് എടുക്കുമ്പോൾ ഇവിടെ സൈന്റെ കമ്പോണന്റ് എല്ലാം പോയി, അതായത് ഐ ബൈ ആർ ഈസ് ഈക്വൽ ടു n2 ബൈ n1. ഇനി നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഐ ബൈ ആർ ഈസ് ഈക്വൽ n2 ബൈ n1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? n1 ഐ ഈസ് ഈക്വൽ ടു n2 ആർ. ഇക്വേഷൻ നമ്പർ 3. ഇനി എളുപ്പമാണ്. ഈ ഐക്ക് പകരം നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ എന്നും ആറിന് പകരം നമ്മൾ ബീറ്റ മൈനസ് ഗാമ എന്ന് കൊടുക്കുക. ഓക്കെ, അത് നോക്കിയേ. n1 ഇൻറ്റു ഐക്ക് പകരം കൊടുത്തു ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു ആറിന് പകരം ബീറ്റ മൈനസ് ഗാമ. അത് തൊട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോടെ. n1 ഇൻറ്റു ആൽഫ n1 ആൽഫ പ്ലസ് n1 ഇൻറ്റു ബീറ്റ n1 ബീറ്റ ഈസ് ഈക്വൽ ടു n2 ബീറ്റ മൈനസ് n2 ഗാമ. n1 ആൽഫ മൈനസ് n2 ഗാമ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് n2 ഗാമ. ബീറ്റയുടെ ടേംസ് എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അന്നേരം n2 ബീറ്റ പ്ലസ് n1 ബീറ്റ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് n1 ബീറ്റ. അന്നേരം n2 ബീറ്റ മൈനസ് n1 ബീറ്റ. ഒരു സൈഡ് അതുപോലെ തന്നെ n1 ആൽഫ പ്ലസ് n2 ഗാമ ഈസ് ഈക്വൽ ടു n2 ബീറ്റ മൈനസ് n1 ബീറ്റയിൽ കോമൺ ആയിട്ട് എന്തെടുക്കാം? ബീറ്റ. ബീറ്റ ഇൻറ്റു n2 മൈനസ് n1. ഇത് തിരിച്ചു എഴുതാം. ബീറ്റ ഇൻറ്റു n2 മൈനസ് n1. ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ, ഒരു സൈഡ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതി. ബീറ്റ ഇൻറ്റു n2 മൈനസ് n1 ഈസ് ഈക്വൽ ടു n1 ആൽഫ പ്ലസ് n2 ഗാമ. ഇക്വേഷൻ നമ്പർ 4. അതായത് ഐക്യു ആറിന് പകരം ആൽഫ പ്ലസ് ബീറ്റയും ബീറ്റ മൈനസ് ഗാമയും കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആ പടത്തിൽ നിന്ന് നമ്മൾ ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിക്കണം. ആൽഫ ബീറ്റ ഗാമ. അത് നമുക്ക് ആ പടം ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ നോക്കി, ഒ എം എൻ, ഒ എം എൻ ആദ്യത്തെ ട്രയാങ്കിൾ. അത് ഒ എം എൻ എടുക്കുക. ഫ്രം ട്രയാങ്കിൾ ഒ എം എൻ. അതുകൊണ്ട് ഇവിടെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഒ എം എൻ ആംഗിൾ ഈസിക്കൽ, നമ്മൾ മാത്സിൽ പഠിക്കുന്നല്ലേ ഇവിടെ, ആംഗിൾ ഈസിക്കൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ എന്ന് പറയുന്നത് ഒ എം എന്നിൽ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ. ആർക്ക് ഷേപ്പ് അല്ലേ, അതാണ്ട് ഈ എം എൻ എന്ന് പറയുന്നതാണ് ആർക്ക് ഷേപ്പ്. അന്നേരം ആംഗിൾ ആൽഫ, ആർക്കിന് വരെ എനിക്ക് എം എൻ ബൈ റേഡിയസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മുതൽ O മുതൽ M വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് O മുതൽ M വരെ എന്തുവാണ്? U. ഇത് ഇക്വേഷൻ നമ്പർ 5 ആണ്. അന്നേരം ആൽഫയ്ക്ക് പകരമായി അന്നേരം ഏത് ഇക്വേഷൻ വെച്ചാൽ ആംഗിൾ ഈസിക്കൽ, ഒന്നും ചുമ്മാ എഴുതുന്നല്ല, ആംഗിൾ ഈസിക്കൽ ആർക്ക് ബൈ റേഡിയസ്. അടുത്തത് ഫ്രം ട്രയാങ്കിൾ എം ആർ എം എൻ പി, എം എൻ പി, അവിടെ ബീറ്റ ആർക്ക് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? എം എൻ.
ബൈ എമ്മിനും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്തുവാ ആർ. അത് ഇക്വേഷൻ നമ്പർ 6 കേട്ടോ. ഇനി അടുത്തത് ശ്രദ്ധിക്കണം. ഫ്രം ട്രയാങ്കിൾ എം എൻ ഐ ആണ്. കാരണം എം മുതൽ ഐ വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ട് ബി. അതായത് എം എൻ ഐ അതിനുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഗാമ. ആർക്ക് എന്ന് പറയുന്നത് എം എൻ ബൈ എം മുതൽ ഐ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ബി. ഇക്വേഷൻ നമ്പർ 7. അത് നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടി? ആൽഫ, ബീറ്റ, ഗാമ. ഇത് കണ്ടോ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൽഫ കണ്ടുപിടിച്ചു, ബീറ്റ കണ്ടുപിടിച്ചു, ഗാമ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഈ ഇക്വേഷനോട്ട് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എന്നാണ്ട് എം എൻ ബൈ ആർ ഇൻറ്റു എൻ ടു മൈനസ് എൻ വൺ ഇസിക്കൽ ടു എൻ വൺ ഇൻറ്റു ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കാം? എം എൻ ബൈ യു പ്ലസ് എൻ ടു ഇൻറ്റു ഗാമയ്ക്ക് പകരം എം എൻ ബൈ ബി. ഇനി എം എൻ ഇനി പുറത്തെടുത്തു എന്ന് വിചാരിക്കുക. അന്നേരം എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ഇസിക്കൽ ടു ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള എന്തുണ്ട്? എം എൻ കോമൺ ആയിട്ടുണ്ട്. ബാക്കി എന്ത് വരും? എൻ വൺ ബൈ യു പ്ലസ് എൻ ടു ബൈ പി. എം എൻ പുറത്തെടുത്തു, ബാക്കി എൻ വൺ ബൈ യു പ്ലസ് എൻ ടു ബൈ വി. ഈ എം എന്നും എം എന്നും ഒന്ന് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് വരും? എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ഈസിക്കൽ ടു എൻ വൺ ബൈ യു പ്ലസ് എൻ ടു ബൈ വി. ക്ലിയർ ആണോ? ഇനി സൈൻ കൺവെൻഷൻ ഉണ്ട്. ഒരുപാട് ടെൻഷൻ ഓടിക്കേണ്ട. ലെൻസ് ആണെങ്കിൽ സൈൻ കൺവെൻഷൻ വളരെ എളുപ്പമാണ്. യു ഈസിക്കൽ ടു മൈനസ് യു ആൻഡ് വി ഈസിക്കൽ ടു പ്ലസ് വി. എല്ലാ ലെൻസും ആണെങ്കിൽ യു മൈനസ് യു വി പ്ലസ് വി ആണ്. യുവിന്റെ സ്ഥാനത്ത് മൈനസ് യു കൊടുക്കുക. അതായത് ഇത് അതുപോലെ ഇരിക്കും. എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ഈസിക്കൽ ടു യുവിന് മൈനസ് യു കൊടുക്കുമ്പോൾ മൈനസ് എൻ വൺ ബൈ യു പ്ലസ് അതെ മൈനസ് എൻ വൺ ബൈ യു പ്ലസ് എൻ ടു ബൈ. പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതിയാൽ എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ഈസിക്കൽ ടു മൈനസ് എൻ വൺ ബൈ യു പ്ലസ് എൻ ടു ബൈ വിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം ഏതാ എഴുതാം? എൻ ടു ബൈ വി മൈനസ് എൻ വൺ ബൈ യു. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് ആർ. സിമ്പിൾ ആണ്. ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ കേൾക്കുമ്പോഴത്തേന് ഈസി ആയിട്ട് പഠിക്കാം. 5 മാർക്ക് ഉറപ്പിക്കാം. 5 മാർക്ക് നിസ്സാരമല്ല. 5 മാർക്കിന്റെ എസ്സേ ആണ് റിലേഷൻ ബിറ്റ്വീൻ ഏതൊക്കെ? യു വി ആൻഡ് ആർ. ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോപ്റ്റിക്സ് തന്നെ 2 എസ്സേ ഉണ്ട്. ഒന്ന് മിറർ ഇക്വേഷൻ ഉണ്ട്, പിന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിറർ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം 2 എസ്സേ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് റിഫ്രാക്ഷൻ പ്രിൻസിപ്പിളും, 2 റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് ആർ. അടുത്ത നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എസ്സേ എന്ന് പറയുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇതിന്റെ പാഠം റേ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റേ ഡയഗ്രാം വെച്ച് ഒരു 5 മാർക്കിന്റെ ഒരു എസ്സേ ടോപ്പിക്കാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതുകൊണ്ട് ഇതാണ് എന്റെ പടം. ഒരു തിൻ ലെൻസാണ്. ഒരു തിൻ ലെൻസ് ആണ്. അതിന് 2 ഫേസസ് ഉണ്ട്, 2 വശങ്ങളുണ്ട്. എ ബി സി. ഇത് എ, ഇത് ബി, ഇത് സി. മറ്റേ വശം എന്ന് പറയുന്നത് എ ഡി സി. അത് 2 വശങ്ങളുണ്ട്. ഒന്ന് എ ബി സിയും 2 എ ഡി സിയും ആണ്. അന്നേരം എ ബി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് R1ഉം എ ഡി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് R2 ആണ്. അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ ഡയഗ്രത്തിനകത്ത് എഴുതണ്ട. അല്ല, നമ്മൾ എഴുതുന്ന എസ്സേയുടെ നമ്മൾ കൊടുക്കാൻ നേരം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അന്നേരം ഒരു തിൻ ലെൻസ്, അതിന് 2 ഫേസസ് എ ബി സി ആൻഡ് എ ഡി സി. R1 എ ബി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. R2 എന്ന് പറയുന്നത് എ ഡി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. N1 ബി ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. ഇവിടെയും N1 ആണ്, അപ്പുറത്തും N1 ആണ്. N1 ബി ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആൻഡ് N2 ബി ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. നോക്കി, ലെൻസിനകത്തുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N2. ഇനി ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരമാണ് U. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒബ്ജക്റ്റ് മുതൽ O മുതൽ ലെൻസ് വരെയുള്ള ദൂരം, ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം യുവും, ലെൻസ് മുതൽ ഇമേജ് വരെയുള്ള ദൂരം വിയും, ലെൻസ് മുതൽ ഐ ഡാഷ് വെർച്വൽ ഇമേജ് വരെയുള്ള ദൂരം വി ഡാഷും ആണ്. അന്നേരം ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം യു ആണ്.
ലെൻസ് മുതൽ ഇമേജ് വി വരെയുള്ള ദൂരം ഐ വരെയുള്ള ദൂരം വി ആണ്. ലെൻസ് മുതൽ ഐ ഡാഷ് വരെയുള്ള ദൂരം വി ഡാഷ് ആണ്. ഇത്രയും ക്ലിയർ ആയിരിക്കണം പടത്തിൽ നിന്ന്. അന്നേരം ഞാനൊന്ന് വായിക്കാം. കൺസിഡർ എ തിൻ ലെൻസ് ബൗണ്ടഡ് വിത്ത് ടു സർഫസസ് എ ബി സി ആൻഡ് എ ഡി സി. N1 with the refractive index of air and N2 with the refractive index of lens. പിന്നെ ബാക്കി ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെ ഉള്ളത് യുവും ലെൻസ് മുതൽ ഐ വരെ ഉള്ളത് വിയും ലെൻസ് മുതൽ ഐ ഡാഷ് വരെ ഉള്ളത് വി ഡാഷ്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ആണ് നമ്മുടെ പ്രധാന ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ എസ്ഐ പഠിച്ച ഇക്വേഷൻ ആണ് N2 by V minus N1 by U is equal to N2 minus N1 by R. ഇത് റിലേഷൻ ബിറ്റ്വീൻ യു വി ആർ എന്ന് പറയുന്ന എസ്ഐയുടെ ഫൈനൽ ഇക്വേഷൻ ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഇത് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. സെക്കൻഡ് മീഡിയം N1 ഉം N2 ഉം രണ്ട് മീഡിയം ആണെങ്കിൽ N1 ഫസ്റ്റ് മീഡിയം എന്നും N2 സെക്കൻഡ് മീഡിയം എന്ന് പറയും. എപ്പോഴും സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ N2 കൂട്ടത്തിലായിരിക്കും എപ്പോഴും നമ്മൾ വി ഡാഷ് എഴുതുന്നത്, വെർച്വൽ ഇമേജ് എഴുതുന്നത്. ഇത് ക്ലിയർ ആക്കിയാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. ശരിയാക്കി വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. അന്നേരം സെക്കൻഡ് മീഡിയത്തിന്റെ കൂട്ടത്തിലായിരിക്കും വെർച്വൽ ഇമേജ് വി ഡാഷ്. എന്നിട്ട് നമുക്ക് ആദ്യം എ ബി സി എന്ന് പറയുന്ന ഭാഗം എടുക്കാം. എ ബി സി എടുക്കുമ്പം ഈ ഇക്വേഷനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? N2 by വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കണം? വി ഡാഷ് കൊടുക്കണം. അന്നേരം N2 by വി ഡാഷ് മൈനസ് N1 by യു. ഇവിടെ യു മാത്രം എ ബി സി എടുക്കുമ്പോൾ യു മാത്രമല്ലേ ഉള്ളൂ. മൈനസ് N1 by യു ഈസ് ഈക്വൽ ടു N2 minus N1 by R. എ ബി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം N2 മൈനസ് N1 ഇൻറ്റു 1 by R സ്ഥാനത്ത് 1 by R1. ഇക്വേഷൻ നമ്പർ 1 ക്ലിയർ ആയോ? N2 കൂട്ടത്തിൽ എപ്പോഴും വി ഡാഷ് കൊടുക്കണം. N2 by വി ഡാഷ് മൈനസ് N1 by U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഇൻറ്റു 1 by R1. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ഫേസ് എടുക്കുക എ ഡി സി. അന്നേരം നിങ്ങൾ നോക്കിയാൽ മതി വിയും വി ഡാഷും മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് നിങ്ങൾ നോക്കണ്ട, എ ബി സിയുടെ ഭാഗം നോക്കണ്ട, എ ഡി സിയുടെ ഭാഗം മാത്രം നോക്കിയാൽ മതി. അവിടെ വിയും വി ഡാഷും മാത്രമേ ഉള്ളൂ. അന്നേരം ഇക്വേഷൻ വരുന്ന നോക്കി N2 by വിക്ക് പകരം എന്തെഴുതണം? വി ഡാഷ് മൈനസ്, കാരണം N2 കൂട്ടത്തിൽ എപ്പോഴും വി ഡാഷേ ഉള്ളൂ. മൈനസ് N1 by യുവിന് പകരം ഇവിടെ വി is equal to N2 minus N1 into 1 by R1 പകരം എ ഡി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 1 by R2. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എസ് എഴുതാൻ എളുപ്പമാണ്. ഈ രണ്ട് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ഇക്വേഷനിൽ രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ വരും മൈനസ് ഓഫ് N2 by വി ഡാഷ്. നോക്കിയേ, മൈനസ് N1 by വി ഇസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് കൊടുത്തു, മൈനസ് ഓഫ് N2 മൈനസ് N1 ഇൻറ്റു 1 by R2. സെക്കൻഡ് ഇക്വേഷനിൽ രണ്ട് സൈഡിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേ. മൈനസ് ഓഫ് N2 by വി ഡാഷ് പറഞ്ഞാൽ മൈനസ് N2 by വി ഡാഷ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് N1 by വി. ഇത് അതുപോലെ തന്നെ എഴുതുക, മൈനസ് N2 മൈനസ് N1 ഇൻറ്റു 1 by R2. ഇനി പോസിറ്റീവ് ആയിട്ടുള്ളത് ഇവിടെ മൈനസ് N2 by വി ഡാഷ് പ്ലസ് N1 by വി എന്നല്ലേ. പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതുക. അതെങ്ങനെ എഴുതാം? N1 by വി മൈനസ് N2 by വി ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് N2 മൈനസ് N1 ഇൻറ്റു 1 by R2. അത് ഇക്വേഷൻ നമ്പർ 3. ഇത് ക്ലിയർ ആണ്. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു രണ്ട് സൈഡിലും. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ക്ലിയർ ആക്കി. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി ആഡിങ് 1 and 3. ഇതും 1 ഇതാണ് 3. സെയിം സൈഡ് നമ്മൾ ആഡ് ചെയ്യുക. ഇതിന്റെ സെയിം സൈഡ് ഇതാണ്, ഇതിന്റെ സെയിം സൈഡ് ഇതാണ്, ഇതിന്റെ സെയിം സൈഡ് ഇതാണ്, ഇതിന്റെ സെയിം സൈഡ് ഇതാണ്. സെയിം സൈഡ് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നോക്കിയിട്ട് N2 by വി ഡാഷ് മൈനസ് N1 by യു പ്ലസ് N1 by വി മൈനസ് N2 by വി ഡാഷ് ഈസ് ഈക്വൽ ടു, ഇപ്പുറത്തെ സൈഡ് ആഡ് ചെയ്യുമ്പം N2 മൈനസ് N1 ഇൻറ്റു 1 by R1 പ്ലസ്, ഓൾറെഡി പിന്നെ ഒരു മൈനസ് അവിടെ ഉണ്ട്, മൈനസ് N2 മൈനസ് N1 ഇൻറ്റു 1 by R2. N2 by വി ഡാഷും മൈനസ് N2 by വി ഡാഷും ക്യാൻസൽ ആയി. പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതിക്കേ. N1 by വി മൈനസ് N1 by യു. N1 by വി ആദ്യം എഴുതി, മൈനസ് അടുത്ത് എഴുതി N1 by യു ഈസ് ഈക്വൽ ടു
ഇവിടെ രണ്ടിടത്തും എന്ത് കോമൺ ആയിട്ട് എടുക്കാമെന്ന് നോക്കി, n2 മൈനസ് n1 എടുക്കാം. n2 മൈനസ് n1 ഇൻറ്റു ബാക്കി ഇങ്ങനെ എഴുതാം 1/r1 മൈനസ് 1/r2. ഇത്രയും വരെ ക്ലിയർ ആണ് നോക്കണം. നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടം കണ്ടു നോക്കണം. വളരെ ഈസി ആയിട്ട് പിടിക്കാം. ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാക്കി പിടിക്കാം. ഇനി ഈ ഇക്വേഷൻ മൊത്തത്തിൽ നമ്മൾ n1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ n1. എന്നിട്ട് നിങ്ങൾ ഓരോ ടേംസിനെ ഡിവൈഡ് ചെയ്തേ n1 ബൈ v ബൈ n1, n1 ബൈ v ബൈ n1 ഇങ്ങനെയാണ് എഴുതുന്നത്. മൈനസ് n1 ബൈ u ബൈ n1 ഈസ് ഈക്വൽ ടു, ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയില്ലേ, ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടേമിനെ മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അത് നമ്മൾ കണ്ടേ ഈ ടേമിനെ മാത്രം n1 വെച്ച് ഡിവൈഡ് ചെയ്യുക. n2 ബൈ n1 മൈനസ് n1 ബൈ n1, ബാക്കിയല്ല അതുപോലെ 1/r1 മൈനസ് 1/r2. ഈ n1 ബൈ v ബൈ n1 അങ്ങനെ എഴുതാം. അവിടെ n1 ബൈ v ഇൻറ്റു 1/n1 എന്നാണ്. n1 n1 ക്യാൻസൽ ആവും. എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു n2 ബൈ n1. അതുപോലെ n1 ബൈ n1 എന്ന് പറഞ്ഞാൽ 1, n2 ബൈ n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇനി എപ്പോഴും നമ്മൾ n1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയം എയറിന്റെ ആണ്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ n2 എന്ന് പറയുന്നത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. n2നെ നമ്മൾ n ആയിട്ടാണ് എടുക്കുന്നത്. എപ്പോഴും ഓർത്തോണം, n1 1 ആയിരിക്കും, n2 എന്ന് പറയുന്നത് n ആയിരിക്കും. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു n2ന്റെ സ്ഥാനത്ത് നമുക്ക് n എന്ന് കൊടുക്കാം. അന്നേരം n/1 എന്ന് പറഞ്ഞാൽ n മൈനസ് 1, അല്ലെ n മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 ഇക്വേഷൻ നമ്പർ 5. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ, u ആണ് ഒബ്ജക്റ്റ്, ഇൻഫിനിറ്റി വെച്ചാൽ ഇമേജ് v എന്ന് പറയുന്നതാണ് ഇമേജ്, കിട്ടുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് എഫിലായിരിക്കും. ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം. വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ u is equal to infinity, then the image will be formed at principal focus. v is equal to f. അങ്ങനെയാണെങ്കിൽ വിക്ക് പകരം എന്ത് കൊടുക്കുക, അവിടെ എഫ് എന്ന് കൊടുക്കാം, യുവിന് പകരം ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ഇക്വേഷൻ വരുന്നത് എങ്ങനെയാന്ന് നോക്കി, 1/f മൈനസ് 1/infinity is equal to n minus 1 into 1/r1 minus 1/r2. 1/infinity എന്ന് പറഞ്ഞാൽ 0യാ, ഇതങ്ങ് പോകത്തില്ലേ. ബാക്കി എന്ത് വരും, 1/f is equal to n minus 1 into 1/r1 minus 1/r2. ഇക്വേഷൻ നമ്പർ 6. നിങ്ങൾ 5ഉം 6ഉം ശരിക്കും ഒന്ന് നോക്കിയിട്ട് ഒരു സൈഡ് സെയിം ഇല്ലയോ, n minus 1 into 1/r1 minus 1/r2. ഇവിടെ n minus 1 into 1/r1 minus 1/r2. അന്നേരം നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, 1/v minus 1/u is equal to 1/f. ഇക്വേറ്റിംഗ് 5 and 6, 1/v minus 1/u is equal to 1/f. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, എസ് ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിഫ്രാക്ഷൻ ത്രൂ പ്ലസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് എസ്, അത് നമ്മൾ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് എസ് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് ആർ. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് എസ് എന്ന് പറയുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇത് ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കാത്ത രീതിയിലാണ്. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്, പക്ഷെ ഓർത്തിരിക്കണം, റേ ഡയഗ്രത്തിന് ഉൾപ്പെടെ മാർഗുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് എസ്. അടുത്തത് മിറർ ഇക്വേഷൻ. ഈ റേ ഒപ്റ്റിക്സിനകത്തെ മറ്റൊരു ഇമ്പോർട്ടന്റ് എസ് ആണ് മിറർ ഇക്വേഷൻ. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. നോക്കണം, ആദ്യം റേ ഡയഗ്രം ക്ലിയർ ആയിക്കോണേ. ഒ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അതുകൊണ്ട് ഇതാണ് മിറർ എന്ന് പറയുന്നത്. ഈ റേ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ വളരെ പക്കയായിരിക്കണം കേട്ടോ, ആരോ മാർഗും ഒക്കെ പക്കയായിരിക്കണം. ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ബി പി എന്ന് പറയുന്ന റേ നിങ്ങൾ ശരിക്കും നോക്കിക്കോണേ. ബി പി എന്ന് പറയുന്ന റേ ഈ മിററിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു, എന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്താണ് പി എം. ബി പി എന്ന് പറയുന്ന റേ ഇവിടെ മിററിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു, എന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്താണ് പി എം. പിന്നെ അടുത്തൊരു റേ ബി ഡി സിയിലൂടെ പോയി ഡിയിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു, അത് അതേ ലൈനിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ തിരിച്ച് അതേ ലൈനിൽ തന്നെ ഒരു ആരോ മാർക്ക് ഇട്ടേക്കുന്നത്. അതെ, ബി ഡി തിരിച്ച് അതേ ലൈനിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റേസും മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ് ആണ് എം. അതുകൊണ്ട് ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ റിയൽ ഇമേജ് എന്ന് പറയുന്നതാണ് ഐ എം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്.
അന്നേരം ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്, ഇത് മിററാണ്. ബി പി എന്ന് പറയുന്ന റേ വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഇൻസിഡന്റ് ചെയ്തതിനു ശേഷം അത് റിഫ്ലക്റ്റഡ് അലോങ് പി എം. മറ്റൊരു റേ ബി ഡി വന്ന് ഇൻസിഡന്റ് ചെയ്തു, അതേ ലൈനിൽ തന്നെ റിഫ്ലക്ട് ചെയ്തു. ഈ രണ്ട് റേസ് മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ് ആണ് എം. അതുകൊണ്ട് ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ റിയൽ ഇമേജ് എന്ന് പറയുന്നതാണ് ഐ എം. ക്ലിയർ ആയോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ എഴുതണം. പലരും പേർക്ക് ഇക്വേഷൻ മാത്രം എഴുതിയ പോലെ ഇതൊക്കെ എഴുതുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആണെന്ന് നോക്കുന്ന ടീച്ചർമാർക്കും തോന്നും കേട്ടോ. അങ്ങനെ മാർക്ക് കിട്ടാൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഇനി ട്രയാങ്കിൾ പി ഒ ബി ആൻഡ് ട്രയാങ്കിൾ പി ഐ എം ആർ സിമിലർ. നോക്കിയേട്ടെ, പി ഒ ബി ഇതാണ് ട്രയാങ്കിൾ. എന്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കി പോകണം. പി ഒ ബിയും പി ഐ എമ്മും സിമിലർ ആണ്. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത അതിന്റെ സൈഡുകൾ തമ്മിൽ നമുക്ക് പ്രൊപ്പോർഷൻ ആയിട്ട് എടുക്കാം. അന്നേരം പി ഒ ബിയും പി ഐ എമ്മും സിമിലർ ആണെങ്കിൽ ഒ ബി ഇതിന്റെ ഒരു സൈഡാണ് ഒ ബി, അതേപോലെ സൈഡാണ് ഐ എം. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ. അന്നേരം ഒ ബി ബൈ ഐ എം ഈസ് ഈക്വൽ ടു പി ഒ ബിയിൽ അടുത്ത സൈഡ് എടുക്കാം പി ഒ, പി ഐ എമ്മിൽ പി ഐ എടുക്കാം. അന്നേരം പി ഒ ബൈ പി ഐ. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇവിടൊക്കെ നമ്മൾ തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോകും. അന്നേരം സിമിലർ ട്രയാങ്കിൾസ് എടുക്കുക. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത സൈഡുകൾ തമ്മിൽ പ്രൊപ്പോർഷൻ ആയിട്ട് എടുക്കാം. അന്നേരം ഒ ബി ബൈ ഐ എം ഈസ് ഈക്വൽ ടു പി ഒ ബൈ പി ഐ. അതുപോലെ ട്രയാങ്കിൾ സി ഒ ബി, സി ഒ ബി, സി ഐ എം അന്നേരം എങ്ങനെ എടുക്കാം? ഒ ബി ബൈ ഐ എം ഉണ്ടോ? ഒ ബി ബൈ ഐ എം ഈസ് ഈക്വൽ ടു സി ഒ ബി യിൽ നമുക്ക് സി ഒ എടുക്കാം, സി ഐ എമ്മിൽ നമുക്ക് സി ഐ എടുക്കാം. അന്നേരം സി ഒ ബൈ സി ഐ. ഇതാണ് സെയിം സൈഡുകളുണ്ട്. ഇക്വേഷൻ നമ്പർ 2. ഇനി നിങ്ങൾ നോക്കിയേ 1ഉം 2 നോക്കിയേ, ഒരു സൈഡ് സെയിം ഇല്ലേ? ഒ ബി ബൈ ഐ എം ഉണ്ടോ? സെയിം ആണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം പി ഒ ബൈ പി ഐ ഈസ് ഈക്വൽ ടു സി ഒ ബൈ സി ഐ. ഒബ്ജക്റ്റ് മുതൽ ഇതാണ് ഒബ്ജക്റ്റ് മുതൽ മിറർ വരെയുള്ള ദൂരം, അല്ലെങ്കിൽ തിരിച്ച് മിറർ മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് യു ആണ്. അന്നേരം പി മുതൽ ഒ വരെയുള്ള ദൂരം യു ആണ്. പി മുതൽ മിറർ മുതൽ ഇമേജ് വരെയുള്ള ദൂരം വി ആണ്. പി മുതൽ സി സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം ആർ ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ. അന്നേരം പി ഒ എന്ന് പറയുന്നത് യു ആണ്, പി ഐ എന്ന് പറയുന്നത് വി ആണ്, പി സി എന്ന് പറയുന്നത് ആർ ആണ്. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. സി ഒ ആണോ? സി ഒ എന്ന് പറയുന്നത് യു മൈനസ് ആർ ആണ്. സി ഒ സി ഒ എന്ന് പറയുന്നത് നോക്കിയേ, മൊത്തത്തിൽ സി ഒ പി മുതൽ ഒ വരെയുള്ളത് യു ആ, പി മുതൽ സി വരെയുള്ളത് ആർ ആ. അങ്ങനെയാണെങ്കിൽ സി മുതൽ ഒ വരെയുള്ള എന്ത് വരും? യു മൈനസ് ആർ. അതുപോലെ സി ഐ എടുത്താൽ ആർ മൈനസ് വി. ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇവിടെ പി ഒയ്ക്ക് വരെ എന്ത് കൊടുക്കാം? യു. പി ഐക്ക് വരെ എന്ത് കൊടുക്കാം? വി. സി ഒയ്ക്ക് പകരം യു മൈനസ് ആർ, സി ഐക്ക് പകരം ആർ മൈനസ് വി. അതുകൊണ്ട് ഇങ്ങനെ വരും യു ബൈ വി ഈസ് ഈക്വൽ ടു യു മൈനസ് ആർ ബൈ ആർ മൈനസ് വി. ഇനി ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് യു ഇൻറ്റു ആർ മൈനസ് വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു യു മൈനസ് ആർ. ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ഈ സ്റ്റെപ്പുകളിൽ നിന്ന് ചെറിയ വ്യത്യാസം ഞാൻ വരുത്തുകയാണേ. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് യു ഇൻറ്റു ആർ, യു ആർ മൈനസ് യു ഇൻറ്റു വി, യു വി ഈസ് ഈക്വൽ ടു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വി ഇൻറ്റു യുവും യു ഇൻറ്റു വിയും സെയിം ആണ്. വി ഇൻറ്റു യുവിന് വരെ യു ഇൻറ്റു വി, യു വി മൈനസ് ആർ വി ഇങ്ങനെ എഴുതാം. ഓക്കെ, തിരിച്ച് യു വി മൈനസ് ആർ വി. എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. യു ആർ മൈനസ് യു വി മൈനസ് യു വി, ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആർ വി ഈസ് ഈക്വൽ ടു 0. മൈനസ് യു വി മൈനസ് യു വി എന്ത് വരും? മൈനസ് 2 യു വി. യു ആർ മൈനസ് 2 യു വി പ്ലസ് ആർ വി ഈസ് ഈക്വൽ ടു 0. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. ഇത് ഒന്നുകൂടെ എഴുതി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാകും. ഡിവൈഡിങ് ഈ ഇക്വേഷൻ മൊത്തത്തിൽ നിങ്ങൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ യു വി ആർ, എല്ലാ ഇക്വേഷനും യു വി ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ യു വി ആർ, എല്ലാ ടേംസിനെയും യു വി ആർ. ഇവിടെ യു ആറും ക്യാൻസൽ ചെയ്യും, ബാക്കി എന്ത് വരും? 1 ബൈ വി മൈനസ് ഇവിടെ യു വിയും ക്യാൻസൽ ചെയ്യും 2 ബൈ ആർ പ്ലസ്
ആർവിയും ക്യാൻസൽ ആയി 1/u ഈസ് ഈക്വൽ ടു 0. അത് ഇവിടെ എഴുതിയിരിക്കുന്നത് 1/v മൈനസ് 2/r പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 0. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ മിറർ ആണ്. u ഈസ് ഈക്വൽ ടു -u, വിക്ക് പകരം -v, r ഈസ് ഈക്വൽ ടു -r. എല്ലാം മൈനസ് ആണ്. അന്നേരം v മൈനസ് ആകുമ്പോൾ എങ്ങനെ എഴുതാം? 1/v, r മൈനസ് ആകുമ്പോൾ മൈനസും പ്ലസ് 2/r, u മൈനസ് ആകുമ്പോൾ -1/u ഈസ് ഈക്വൽ ടു 0. -1/v -1/u ഈസ് ഈക്വൽ ടു 2/r, അപ്പുറത്ത് പോകുമ്പോൾ -2/r. ഇനി മൈനസ് അങ്ങ് പുറത്തെടുക്കുമ്പോൾ 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു -2/r. ഇവിടെ ഈ മൈനസും ക്യാൻസൽ ആയി. അന്നേരം എന്ത് വരും? 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 2/r. കേട്ടോ, 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 2/r. ഈ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ടോയ്സ് ദി ഫോക്കൽ ലെങ്ത് ആണ്. r എന്ന് പറയുന്നത് 2f ആണ്. ഈ r ന് വരെ നമുക്ക് 2f എന്ന് കൊടുക്കാം. അന്നേരം 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 2/2f. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി. 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. ഇതാണ് ഫൈനൽ ഇക്വേഷൻ, മിറർ ഇക്വേഷൻ. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ 1-2 വട്ടം കേട്ട് ഒന്ന് എഴുതി പഠിച്ചാൽ പക്കാ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ 4 എസ്സേ എഴുതി, എണ്ണം പറഞ്ഞ് 4 എസ്സേ. ഒന്ന് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, പിന്നെ 4മത്തത് മിറർ ഇക്വേഷൻ. ഇത്രയും റേ ഒപ്റ്റിക്സിനകത്ത് വരുന്ന. ഇനി നമുക്ക് സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, അതും സിമ്പിൾ ആയിട്ട് പഠിക്കാം. എപ്പടി? ഓക്കെ ആണോ? കമന്റ്സ് ഇടുക, നന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ എസ്സേ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. അതിനു മുമ്പേ നമ്മൾ മൈക്രോസ്കോപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മൈക്രോസ്കോപ്പ് അതിനു മുമ്പേ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് പറയാം. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്, നമ്മുടെ ഹ്യൂമൻ ഐക്ക്, നമ്മുടെ കണ്ണിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? ചെറിയ വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല, വളരെ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല. ഈ കണ്ണിന്റെ ലിമിറ്റേഷൻസ്, പരിമിതികളും മറികടക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മൈക്രോസ്കോപ്പ് എന്നും, രണ്ട് ടെലിസ്കോപ്പ് എന്നും. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥമുണ്ട്. മൈക്രോസ്കോപ്പ്, മൈക്രോ മീൻസ് വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ദി ഓർഡർ ഓഫ് 10⁻⁻6. 10⁻⁶ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലുതാ. 10⁻⁻6 എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചെറുതാ. ആൻഡ് സ്കോപ്പ് മീൻസ് ഇൻസ്ട്രുമെന്റ് ടു സീ എന്നാണ്. അന്നേരം മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു സീ വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ദി ഓർഡർ ഓഫ് 10⁻⁻6. ഇതാണ് മൈക്രോസ്കോപ്പ്. ക്ലിയർ ആയല്ലോ? ഈ മൈക്രോസ്കോപ്പിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അവിടെ ഒന്ന് സിമ്പിൾ മൈക്രോസ്കോപ്പും, രണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. രണ്ടും എസ്സേ ആണ്. പക്ക നമുക്ക് വേണ്ടത് മാത്രം വെച്ചാണ് ഈ എസ്സേ. അല്ലാതെ അലുത്ത് വരുത്ത സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, വേണ്ടത് വെച്ച് മാത്രം എസ്സേ ആണ്. ആദ്യം സിമ്പിൾ മൈക്രോസ്കോപ്പ്. ആദ്യം ഒരു റേ ഡയഗ്രാം വരയ്ക്കണം, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതണം. എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് സിമ്പിൾ ഇൻ ദി സെൻസ് ദാറ്റ് only single convex lens of short focal length 5 to 10 centimeter act as a microscope. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന പേരിടാൻ തന്നെ കാരണം ഇതിനകത്ത് ഒറ്റ കോൺവെക്സ് ലെൻസേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, ഒറ്റ ലെൻസേ ഉള്ളൂ. അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഒറ്റ കോൺവെക്സ് ലെൻസേ ഉള്ളൂ. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 to 10 സെന്റിമീറ്റർ ആണ്. പക്ഷേ ഈ ഫോക്കൽ ലെങ്ത് ഇതിന് കൂടുതലാണ്. യഥാർത്ഥത്തിൽ 5 സെന്റിമീറ്ററിനെക്കാട്ടി കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലയോ, പവർ എന്ന് പറഞ്ഞാൽ 1/f ആണ്. അന്നേരം ഫോക്കൽ ലെങ്ത് കുറഞ്ഞിരുന്നാൽ പവർ, മാഗ്നിഫൈങ് പവർ, കാണാനുള്ള കഴിവ് കൂടും. അന്നേരം ഫോക്കൽ ലെങ്ത് കുറഞ്ഞിരിക്കണം, ഇത് കൂടുതൽ യഥാർത്ഥത്തിൽ. അന്നേരം അതിനുവേണ്ടി ആട്ടിക്ക് നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിക്കും. അന്നേരം ഒറ്റ കോൺവെക്സ് ലെൻസേ ഉള്ളൂ. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 5 to 10 സെന്റിമീറ്റർ ആണ്. When a small object is placed in between optic center and principal focus, the image is formed on the same side of the lens. Okay, OB എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഒപ്റ്റിക് സെന്റർ, അതായത് ലെൻസിന്റെ സെന്ററിനെ പറയുന്നവരാണ് ഒപ്റ്റിക് സെന്റർ. അതാണ് ഇതാണ് ഒപ്റ്റിക് സെന്ററിനും
പ്രിൻസിപ്പൽ ഫോക്കസിന് ഇടയിലല്ലേ ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഒപ്റ്റിക് സെന്ററിനും പ്രിൻസിപ്പൽ ഫോക്കസിന് ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇമേജ് ഇമേജ് കിട്ടുന്നത് സെയിം സൈഡ് ഓഫ് ദി ലെൻസിന്റെയും ഒബ്ജക്റ്റിന്റെയും സെയിം സൈഡിൽ തന്നെ നമുക്ക് ഇമേജും കിട്ടുന്നുണ്ട്. നോക്കിയേ, when a small object is placed in between optic center and principal focus, the image is formed on the same side of the lens. ലെൻസിന്റെ അതേ സൈഡിൽ തന്നെ ഇമേജ് കിട്ടുന്നുണ്ട്. The nature of the image is magnified. അതുകൂടെ ചേർക്കണേ. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ വലുതാക്കി കാണിക്കുക. മാഗ്നിഫൈഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. ഈ പടം വരച്ച് ഇത്ര എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. എസ്സേയിൽ 5 മാർക്കിന് റേ ഡയഗ്രവും ഇത്രയും വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ അന്നേരം ഒരു കോൺവെക്സ് ലെൻസേ ഉള്ളൂ. നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഒപ്റ്റിക് സെന്ററിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലാണ്. ഇമേജ് കിട്ടുന്ന സെയിം സൈഡ് ഓഫ് ദി ലെൻസ് ആണ്. നേച്ചർ ഓഫ് ദി ഇമേജ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. ക്ലിയർ ആണോ? അത് കഴിഞ്ഞാൽ അതിന്റെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ പഠിക്കണം. ഈ ആംഗുലർ മാഗ്നിഫിക്കേഷൻ 2 മാർക്ക്. ആംഗുലർ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ആംഗിൾ സബ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അറ്റ് ദി ലെൻസ് ബൈ ദി ഇമേജ്. ഇപ്പൊ എന്റെ കണ്ണും ഇമേജിനും ഇടയിലുള്ള ആംഗിളും കണ്ണും ഒബ്ജക്റ്റിനും ഇടയിലുള്ള ആംഗിളും തമ്മിലുള്ള റേഷ്യോയെ പറയുന്ന പേരാണ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഒരു ആംഗിൾ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് എഴുതുക. ഡിനോട്ട് ലെറ്റർ എപ്പോഴും ഓർത്തണം, ക്യാപിറ്റൽ എം ആണ്, സ്മോൾ എം അല്ല. ഇതിനകത്ത് എവിടൊക്കെ സ്മോൾ എം വന്നോ അവിടെ എല്ലാം ഞാൻ ക്യാപിറ്റൽ എം ആക്കും. കാരണം ആംഗുലർ മാഗ്നിഫിക്കേഷൻ വേർതിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രം ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ത് ഇക്വേഷൻ 1/v minus 1/u is equal to 1/f. മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ v കൊണ്ട് ഈ ഇക്വേഷൻ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. v എവിടെ മൾട്ടിപ്ലൈ? v/v minus v/u is equal to v/f. v/v minus v/u is equal to v/f. ഇവിടെ v/u എന്ന് പറഞ്ഞാൽ m ആണ്. ഇവിടെ സ്മോൾ m അല്ല, ക്യാപിറ്റൽ എം ആയിട്ട് കൊടുക്കണം. v/u എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ആണ്, m ആണ്. അന്നേരം 1 മൈനസ് ഇവിടെ m എഴുതുക, ക്യാപിറ്റൽ 1 മൈനസ് m is equal to v/f. അതിൽ നിന്ന് m is equal to 1 മൈനസ് v/f. ഓക്കെ, v എന്ന് പറഞ്ഞാൽ ഇമേജ്. ഇമേജ് കാണുന്ന ഏറ്റവും അടുത്താണെന്ന് വെച്ചു. ഏറ്റവും അടുത്തെന്ന് പറയുന്നത് 2 പേര് പറയാം. അടുത്ത് കാണുന്നതിന് നിയർ പോയിന്റ് എന്നും പറയാം, അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ. ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് കാണാം. ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ വിഷൻ. അന്നേരം ഏറ്റവും അടുത്താണ് ഇമേജ് കാണുന്നതെങ്കിൽ അത് മൈനസ് ആയിരിക്കും. ഇമേജ് v ആണ്, മൈനസ് ആയിരിക്കും ഏറ്റവും അടുത്താണെങ്കിൽ. അന്നേരം d എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, അത് മൈനസ് ആയിട്ട് കൊടുക്കുക. അന്നേരം വിക്ക് പകരം മൈനസ് d എന്ന് കൊടുത്താൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ വിക്ക് പകരം മൈനസ് കൊടുത്താൽ m ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ m ആണ് 1 മൈനസ് വിക്ക് പകരം മൈനസ് d എന്ന് കൊടുക്കുക. അന്നേരം മൈനസ് മൈനസ് പ്ലസ് 1 പ്ലസ് d/f. ഇതാണ് നിയർ പോയിന്റിനുള്ള ഇക്വേഷൻ. m ഈസ് ഈക്വൽ ടു 1 പ്ലസ് d/f. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഫാർ പോയിന്റ് ഇക്വേഷൻ വരുമ്പോൾ ഈ 1 പ്ലസ് വേണ്ട, അതിന് ബാക്കി d/f മാത്രം. ഇത് ഫാർ പോയിന്റ് അല്ല, ഫാർ പോയിന്റ്. അന്നേരം ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്ത എത്ര മാർക്ക് കിട്ടി? ഇങ്ങനെ വേണം പഠിക്കാൻ, 2 മാർക്ക് കിട്ടി. ഇനി ലിമിറ്റേഷൻസ്, പരിമിതികളുണ്ട്. മാഗ്നിഫൈങ് പവർ ലോ ആണ്, കാരണം അവിടെ ഫോക്കൽ ലെങ്ത് 5 to 10 സെന്റിമീറ്റർ ആണെങ്കിൽ കൂടുതലാണ്. മാഗ്നിഫൈങ് പവർ കുറവാണ്. ലെൻസിന്റെ 2 ഡിഫക്റ്റുകളും ഉള്ളതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇനി യൂസസ്, നമ്മൾ ഈ വാച്ച് കടയിലും ജ്വല്ലറിയിലും സ്വർണ്ണക്കടയിലും ഒക്കെ ചെല്ലുമ്പം ഈ കണ്ണിൽ ഇങ്ങനെ ലെൻസ് വെച്ച് ഇങ്ങനെ നോക്കത്തില്ലേ? വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ കാണാൻ വേണ്ടിയാണത്. അന്നേരം അവിടെയൊക്കെ ഉപയോഗിക്കുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിലുള്ള ലെൻസാണ്. അന്നേരം വാച്ച് മേക്കേഴ്സ് ആൻഡ് ജുവലേഴ്സ് യൂസ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഫോർ ഗെറ്റിംഗ് എ മാഗ്നിഫൈഡ് ഇമേജ്. ഇനി നമ്മുടെ പ്രാക്ടിക്കലൊക്കെ പ്ലസ് 2 പ്രാക്ടിക്കൽ ചെയ്യുന്ന വെർനിയർ കാലിപ്പസിന്റെ വെർനിയർ സ്കെയിൽ റീഡിംഗ് ഒക്കെ നല്ലപോലെ നോക്കിയാലേ കാണത്തുള്ളൂ. നല്ല ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിലുള്ള ലെൻസ് ഉപയോഗിച്ചാൽ മതി. അതാണ് മാഗ്നിഫൈങ് ഗ്ലാസസ് ആർ യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ടു ടേക്ക് റീഡിങ്സ് ഇൻ ദി വെർനിയേഴ്സ്. പിന്നെ നമ്മുടെ കൈ നോട്ടക്കാർ കൈയിൽ ഒരു ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നോക്കത്തില്ലേ? ആ നോക്കുന്ന ലെൻസും സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസാണ്. അന്നേരം അസ്ട്രോളജീസ് മേക്ക് യൂസ് ഓഫ് ദി മാഗ്നിഫൈങ് ഗ്ലാസസ് ഫോർ ദി എൻലാർജ് വ്യൂ ഓഫ് ദി പാംസ്. ഇത്രയും കാര്യങ്ങൾ എന്ത് സിമ്പിളായിട്ട് പഠിക്കാൻ നിങ്ങൾ ആലോചിക്കുക. സിമ്പിൾ മൈക്രോസ്കോപ്പ്, അതിന്റെ പടവും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, നേച്ചർ ഓഫ് ദി ഇമേജ് വരെ എഴുതുമ്പോൾ 2 മാർക്ക്.
ആംഗുലർ മാഗ്നിഫിക്കേഷൻ പഠിക്കുന്നതിന് 2 മാർക്ക്, പിന്നെ അതിന്റെ ലിമിറ്റേഷൻസും യൂസസും പഠിക്കുന്നതിന് 1 മാർക്ക്. എന്നിട്ട് നിങ്ങൾക്ക് 5 ഔട്ട് ഓഫ് 5 പഠിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോകാമല്ലോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇടയിൽ നേരം നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് കഴിഞ്ഞു, ഒരു എസ് കഴിഞ്ഞു. അടുത്ത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഇതിനെക്കാട്ടി സിമ്പിൾ മൈക്രോസ്കോപ്പിനെക്കാട്ടി എളുപ്പം. പക്ഷെ ഈ ഡയഗ്രം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഡയഗ്രം നിങ്ങൾ നല്ല അടിപൊളി കിണ്ണം കച്ചിയായിട്ട് വരച്ച് പഠിക്കണം. ഇതിന് മാർഗമുണ്ട് ഈ റേ ഡയഗ്രത്തിന് കേട്ടോ. അന്നേരം സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾ നോക്കി. ഇതിനെ തമ്മിൽ പെട്ടെന്ന് നിങ്ങൾ നോക്കി, മറ്റേടത്ത് ഒറ്റ ലെൻസേ ഉള്ളൂ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇവിടെ 2 ലെൻസ് ഉണ്ട് ഉണ്ടോ. ഒരു ലെൻസിനെ ഒബ്ജക്റ്റീവ് എന്നും മറ്റേ ലെൻസിനെ ഐ പീസ് എന്നും വിളിക്കും. എന്തുകൊണ്ട് ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ അടുത്തായിട്ടിരിക്കുന്നതിനെയാണ് ഒബ്ജക്റ്റീവ്. നിയർ ദി ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ആൻഡ് നിയർ ദി ഐ ഇറ്റ് ഈസ് കോൾഡ് ഐ പീസ്. അന്നേരം ഒബ്ജക്റ്റിന് അടുത്തായിട്ടിരിക്കുന്നതിനെ ഒബ്ജക്റ്റീവ് എന്നും ഐ പീസിന്റെ കണ്ണിന്റെ അടുത്തായിട്ടിരിക്കുന്നതിനെ ഐ പീസ് എന്നും വിളിക്കും. അന്നേരം സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പരിമിതികൾ, ലിമിറ്റേഷൻസ് മറികടക്കാനായിട്ട് വന്നവനാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇൻ ഓർഡർ ടു ഓവർകം ദി ലിമിറ്റേഷൻസ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കോൺവെക്സ് ലെൻസ്. 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. വൺ ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ്, ഒരെണ്ണത്തിനെ ഒബ്ജക്റ്റീവ് എന്നും, ആൻഡ് അതർ ഈസ് കോൾഡ് ഐ പീസ്. ക്ലിയർ ആയല്ലോ. നിയർ ദി ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ആൻഡ് നിയർ ദി ഐ ഇറ്റ് ഈസ് കോൾഡ് ഐ പീസ്. ഒബ്ജക്റ്റീവ് ഹാസ് വെരി ഷോർട്ട് ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കുറവാണ്. ഇപ്പൊ ഏകദേശം ഒരു നിയർലി ഒരു 2 സെന്റിമീറ്റർ എന്ന് കൂട്ടിക്കും. മറ്റേടത്ത് 5 to 10 സെന്റിമീറ്റർ. ഇത് വളരെ കുറവാണ്, 2 സെന്റിമീറ്റർ. ആൻഡ് ഐ പീസ് ഹാസ് മോഡറേറ്റ് ഫോക്കൽ ലെങ്ത്. ഒരു 3 സെന്റിമീറ്റർ കൂട്ടിക്കും. രണ്ടും കൂടെ കൂട്ടിയാലും 5 സെന്റിമീറ്റർ ഉള്ളൂ. അന്നേരം പൊതുവെ ഫോക്കൽ ലെങ്ത് കുറവാണ്. അന്നേരം P = 1/f വെച്ച് നിങ്ങൾക്ക് മനസ്സിലായോ. ഫോക്കൽ ലെങ്ത് കുറവുമ്പോൾ മാഗ്നിഫൈങ് പവർ നല്ല കൂടിയിരിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് വലിയ പ്രയോജനമുള്ളൂ. അന്നേരം അതാണ് എന്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് ഇനി ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഇതാണ് ഒബ്ജക്റ്റ്. ഓ ബി എന്നൊക്കെ ഒരു പേര് കൊടുത്തു. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എഫിനും 2Fനും ഇടയിലാണ്. എഫിനും 2Fനും ഇടയിൽ പടം വരയ്ക്കുമ്പോൾ ഒക്കെ നിങ്ങൾ അങ്ങനെ വേണം വരയ്ക്കാൻ. ഒ ബി എന്ന് ഇവിടെ ഒബ്ജക്റ്റിന് കൊടുക്കുക. എഫിനും 2Fനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഇമേജ് എന്ന് പറയുന്നതാണ് ഈ I2 M2 I1 M1 എന്നൊക്കെ പറയുന്ന ഇമേജാണ്. ഈ ഇമേജ് എല്ലാം കിട്ടുന്നത് ഒബ്ജക്റ്റീവിനും ഐ പീസിനും ഇടയ്ക്കാണ് ഈ ഇമേജ് എല്ലാം കിട്ടുന്നത്. അന്നേരം ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എഫിനും 2Fനും ഇടയിലും ഇമേജ് കിട്ടുന്നത് ഒബ്ജക്റ്റീവിനും ഐ പീസിനും ഇടയില്ല. അത് നോക്കി. When the object is placed in between F, capital F ആണ്, F and 2F. എഫിനും 2Fനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. The image is formed in between objective and eyepiece. Nature of the image മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്. മറ്റേടത്ത് ഇറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ തല തിരിഞ്ഞാണ്, അതായത് ഇൻവേർട്ടഡ് ആണ്. അന്നേരം മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ ആയല്ലോ. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഇത്രയും കാര്യങ്ങൾ പറയണം. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ലിമിറ്റേഷൻസ് മറികടക്കുന്നതാണ്. 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഒരെണ്ണത്തിന് ഒബ്ജക്റ്റീവ് എന്നും മറ്റേതിന് ഐ പീസ് എന്നും. ഒരെണ്ണത്തിന് ഷോർട്ട് ഫോക്കൽ ലെങ്ത് ആണ്, മറ്റേതിന് മോഡറേറ്റ് ഫോക്കൽ ലെങ്ത് ആണ്. പിന്നെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫിനും 2Fനും ഇടയിലാണ്. ഇമേജ് കിട്ടുന്നത് ഒബ്ജക്റ്റീവിനും ഐ പീസിനും ഇടയിലാണ്. അത് എന്ത് രസമുണ്ട് പഠിക്കാൻ. നേച്ചർ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മറ്റേടത്ത് ഇറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയും എഴുതുന്നതിന് മറ്റേത് കൂട്ട് തന്നെ നിങ്ങൾക്ക് 2 അല്ല 2.5 മാർക്ക് വരെ കിട്ടും. 2.5 മാർക്ക്. ഓക്കെ, ഈ പടം വരച്ച് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഇത്ര എഴുതണം. ഇനി ആംഗുലർ മാഗ്നിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഒബ്ജക്റ്റീവിന്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് MO എന്ന് എഴുതാം. ഒബ്ജക്റ്റീവ് MO. ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ ME എന്ന് എഴുതാം. MO × ME എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ്. അന്നേരം ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. നമുക്ക് എങ്ങനെ എഴുതാം? M = MO × ME. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ M = V/U. അങ്ങനെയാണെങ്കിൽ നമുക്ക് MO ആയിട്ട് അങ്ങ് എടുക്കാം. MO = VO/UO. നമ്മൾ മുമ്പേ പഠിച്ച M എന്ന് പറയുന്നത് 1 + D/F ആണ്. M എന്ന് പറയുന്നത് 1 + D/F ആണ്. അങ്ങനെയാണെങ്കിൽ ME എന്ന് പറയുന്നത് 1 + D/FE ആക്കി എടുത്തു. അതായത് MOയും കണ്ടുപിടിച്ചു. നേരത്തെ ഉള്ള 2 ഇക്വേഷൻ MEയും കണ്ടുപിടിച്ചു. ഇനി ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇവിടെ വെറും MA ഉള്ള M = MOയ്ക്ക് വരെ എന്ത് കൊടുക്കുക?
VO by UO. MEക്ക് വരുന്നത് കൊടുക്കുക 1 plus D by FE. ഉണ്ടോ? M is equal to VO by UO into 1 plus D by FE. ഇനി ശ്രദ്ധിച്ചോണേ, VO എന്ന് പറഞ്ഞാൽ L ആണ്. L എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇമേജ് കിട്ടുന്നത് ഒബ്ജക്റ്റീവിനും ഐ പീസിനും ഇടയില്ല. ഇത്രയാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അന്നേരം VOയ്ക്ക് പോലെ L, ഇത് കാണപ്പെടും പഠിച്ചാലും കുഴപ്പമില്ല. UO എന്ന് പറഞ്ഞാൽ FO ആണ്. കാരണം ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇതിനിടയില്ല, എഫിനും 2Fനും ഇടയില്ല. അന്നേരം UOയ്ക്ക് വരെ FO എന്ന് കൊടുക്കാം. അന്നേരം ഇതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? M is equal to VOയ്ക്ക് വരം L by UOയ്ക്ക് വരെ FO. അന്നേരം L by FO into 1 plus D by FE. ഇവിടെ ഇത് നിയർ പോയിന്റ് ഇക്വേഷൻ. ഇത് വെച്ചൊക്കെ പ്രോബ്ലം ചോദിക്കാം. ഫാർ പോയിന്റ് ആകുമ്പോൾ എന്ത് വേണ്ട, ഈ 1 പ്ലസ് അങ്ങ് നിങ്ങൾ എടുത്ത് ഊരി എറിഞ്ഞു. ബാക്കി എന്ത് വരും? M is equal to L by FO into D by FE. ഇത് ഇതിനുള്ള ഇക്വേഷൻ ഫാർ പോയിന്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റിക്കുള്ള, ഫാർ പോയിന്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റിക്കുള്ള ഇക്വേഷൻ. M is equal to L by FO into D by FE. ക്ലിയർ ആയോ? ഒരു ആംഗിൾ മാഗ്നിഫിക്കേഷൻ കഴിഞ്ഞു. ഇതിന് മക്കളെ ഒരു 1.5 മാർക്ക് 2 മാർക്ക് വരെ കിട്ടും. 1.5 മാർക്ക് ഒന്ന് കിട്ടും. ഇത്തരം 2.5 1.5 4. ഇനി അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റേടത്ത് മാഗ്നിഫൈങ് പവർ ലോ ആയിരുന്നു, ഇവിടെ മാഗ്നിഫൈങ് പവർ ഹൈ ആണ്. മറ്റേടത്ത് ലെൻസിന്റെ ഡിഫക്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഇവിടെ ലെൻസിന്റെ ഒരു ഡിഫക്റ്റും ഇല്ല. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ലെൻസ് ഡിഫക്റ്റ്. ക്ലിയർ ആയോ? ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിലങ്ങ് പഠിക്കുകയാണെങ്കിൽ എസ്യുടെ കൂട്ടത്തിലങ്ങ് പഠിക്കുക എളുപ്പമാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ എത്ര ലെൻസ് ഉണ്ട്? 1 കോൺവെക്സ് ലെൻസ് ഉണ്ടോ? 1 കോൺവെക്സ് ലെൻസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എത്ര ലെൻസ് ഉണ്ട്? 2 കോൺവെക്സ് ലെൻസ്, 2 കോൺവെക്സ് ലെൻസ്. മാഗ്നിഫൈങ് പവർ കുറവ് എവിടെ? സിമ്പിൾ മൈക്രോസ്കോപ്പിൽ. മാഗ്നിഫൈങ് പവർ ഹൈ എവിടെ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നേച്ചർ ഓഫ് ദി ഇമേജ് എങ്ങനെ? മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. എവിടെ? സിമ്പിൾ മൈക്രോസ്കോപ്പിൽ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ലെൻസിന്റെ ഡിഫക്റ്റ് എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് സഫേഴ്സ് ഫ്രം ലെൻസ് ഡിഫക്റ്റ്. ഏത്? സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ലെൻസ് ഡിഫക്റ്റ്. ഏത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അന്നേരം ഈ 4 ഡിഫറൻസ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അന്നേരം അടുത്ത എസ്സേ, അന്നേരം 6 എസ്സേ കംപ്ലീറ്റ് ആയി. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, എണ്ണി പറയാണ്, റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഇക്വേഷൻ, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇനി ഒരേ ഒരു എസ്സേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഏതെങ്കിലും ഒരു 2 എസ്സേ എങ്കിലും മിനിമം ചോദിച്ചിരിക്കും. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് കൂടെ ഉള്ളൂ. ഓക്കെ, പഠിക്കാം. അടുത്ത എസ്സേ എന്ന് പറയുന്നത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പാണ്. ഒരു ടെലിസ്കോപ്പ് എന്തോന്ന് അറിഞ്ഞിരിക്കണ്ടേ? നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും ഇത്രയൊക്കെ. ടെലി മീൻസ് വെരി ഫാർ അവേ. സ്കോപ്പ് മീൻസ് ഇൻസ്ട്രുമെന്റ് ടു സീ. Therefore, telescope is an instrument to see very far away objects. ഈ ടെലിസ്കോപ്പിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പും മറ്റൊരു പേരുണ്ട് അതിന് അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് എന്ന് പറയും. 2 റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് ഭാഗത്താണ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ, കുഞ്ഞ. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് എസ്സേ ആണ്. അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിന്റെ നിങ്ങൾ ഡയഗ്രാം നോക്കി, കിണ്ണം കാച്ചി ഡയഗ്രാം. ഈ ഡയഗ്രാം പഠിക്കണം. ഓക്കെ, എന്താണ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതും ഈ പാരഗ്രാഫ് ഇത്രയും പഠിക്കുന്നതിന് നമുക്ക് 2.5 മാർക്ക് കിട്ടും. ഈ റേ ഡയഗ്രാം പഠിച്ചോണം. ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. എന്താണ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, അല്ലെങ്കിൽ മറ്റൊരു പേരെന്തുവാ? അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് എന്ന് പറയും കേട്ടോ. അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ്. ഞാൻ ഈ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പോലെ എഴുതുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ്. എന്താണ് അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്? It is used to see astronomical objects like stars, planets, satellites, etc. അതായത് നമ്മുടെ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനെയും പ്ലാനറ്റ്സിനെയും സ്റ്റാർസിനെയും ഒക്കെ കാണുന്ന ടെലിസ്കോപ്പിനെ പറയുന്ന പേരാണ് അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കോൺവെക്സ് ലെൻസസ്. 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. മറ്റേതുപോലെ തന്നെ വൺ ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ആൻഡ് അതർ ഈസ് കോൾഡ് ഐ പീസ്. ടെലിസ്കോപ്പ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് ഒന്നും കുഴപ്പമില്ല. എ കോൺവെക്സ് ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത് നിയർലി 100 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ. ടെലിസ്കോപ്പാ, നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യണ്ട. ആക്ട് ആസ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. ഒരെണ്ണം ഫോക്കൽ ലെങ്ത് വളരെ കുറവാണ്, 5 സെന്റിമീറ്റർ. ആക്ട് ആസ് ആൻ ഐ പീസ്. എന്താണ് അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സീ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് ലൈക്ക് സ്റ്റാർസ്, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, എക്സെട്ര. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കോൺവെക്സ് ലെൻസസ്. വൺ ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ആൻഡ് അനദർ ഈസ് കോൾഡ് ഐ പീസ്.
ലാർജ് ഫോക്കൽ ലെങ്ത് 100 സെന്റിമീറ്റർ വരുന്നത് ഒബ്ജക്റ്റീവും ഷോർട്ട് ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ വരുന്നത് ഐ പീസും ആണ്. ഇനി ഇതിനകത്ത് കുറച്ച് വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാന്ന് പറയാം. നോക്കിയാണ്ട് ഇവിടെ എഴുതിയൊക്കെ നോക്കി പഠിക്കുന്നത് റേസ് ഫ്രം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്, വളരെ ദൂരെ നിന്ന് വരുന്ന റേസ് ഒബ്ജക്റ്റീവ് വഴി കടന്നു വന്ന് ദാണ്ടി ഇവിടെ ഇതുവഴിയൊക്കെ കടന്നു വന്ന് ദാണ്ടി എമ്മിൽ വരും. അതുകൊണ്ട് ഇത്രയും ഭാഗത്തെ നമ്മൾ പറയുന്ന ഒരു ഫോക്കൽ പ്ലെയിൻ എന്നൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. റേസ് ഫ്രം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എൻറ്ററിങ് ത്രൂ ദി ഒബ്ജക്റ്റീവ് ഫോം ദി ഇമേജ് എന്നാണ്, ഫ്രം അല്ല, ഫോം ദി ഇമേജ് അറ്റ് ഫോക്കൽ പ്ലെയിൻ. If the image formed by the objective is adjusted to the focal plane of the eyepiece, the final image formed will be at infinity. അന്നേരം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റീവ് വരുന്ന റേസ് നമ്മൾ ഫോക്കൽ പ്ലെയിനിൽ വന്നതിന് ശേഷം നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടുന്നതാണ്ട് എവിടെ? ഇൻഫിനിറ്റിയിലാണ്. ഈ ടെലിസ്കോപ്പിന്റെ ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് നോർമൽ അഡ്ജസ്റ്റ്മെന്റ്. ഇത് മാത്രമായിട്ട് 2 മാർക്ക് ചോദിക്കാം. നോർമൽ അറേഞ്ച്മെന്റ്, നോർമൽ അഡ്ജസ്റ്റ്മെന്റ്. ഓർത്തോണം, നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇനി നേച്ചർ ഓഫ് ദി ഇമേജ് ശ്രദ്ധിച്ചോണേ, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞതാണ്, ചെറുതാണ്. അന്നേരം റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഏത്? നേച്ചർ ഓഫ് ദി ഇമേജ്. ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ, ഇതിന് 2 മാർക്കാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ആംഗിൾ സബ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്? ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക അറ്റ് ദി ഐ പീസ് ടു ദി ആംഗിൾ സബ്റ്റൻഡ് അറ്റ് ദി ഒബ്ജക്റ്റീവ്. അതായത് ഐ പീസിന്റെ, നമ്മുടെ കണ്ണും ഐ പീസിനും ഇടയിലുള്ള ആംഗിളും നമ്മുടെ കണ്ണും ഒബ്ജക്റ്റീവും ഇടയിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ മാഗ്നിഫിക്കേഷൻ എം. എന്നിട്ട് നിങ്ങളെ ഞാൻ ആ പടത്തിലോട്ട് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരാം. നോക്കി, ഈ പടം നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കി. ഇവിടെ ഇതല്ലേ ഐ പീസ്. ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കിയാൽ ബീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിളാണ്. ബീറ്റ എന്ന് പറയുന്ന ഐ പീസിന്റെ ആംഗിളാണ്. ഇവിടെ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു ആംഗിളാണ്, അത് ഒബ്ജക്റ്റീവിന്റെ ആംഗിളാണ്. അന്നേരം നിങ്ങൾ റേഷ്യോ ഓഫ് ഐ പീസ്, ആംഗിളിന്റെ ഐ പീസ് എന്ന് പറഞ്ഞാൽ ബീറ്റ ബൈ ഒബ്ജക്റ്റീവിന്റെ ഐ പീസ് എന്ന് പറഞ്ഞാൽ ആൽഫ. അന്നേരം എം ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ. ഇനി ഫ്രം ട്രയാംഗിൾ ഐ സി എം, ട്രയാംഗിൾ നോക്കിക്കോണേ, ഇതൊക്കെ ശ്രദ്ധിച്ച് വരയ്ക്കണ്ട. ഐ സി എം, ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്തുവാടി? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ? ഒരു ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഐ എം ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഐ സി. ടാൻ ആൽഫ ഇസിയിൽ ഐ എം ബൈ ഐ സി. ഇതുപോലെ നമുക്ക് ടാൻ ബീറ്റയും കണ്ടുപിടിക്കാം. എന്നാണ്ടേ ഐ സി ഡാഷ് എം, ഐ എന്നാണ്ടേ സി ഡാഷ് എം, അതിന് ടാൻ ബീറ്റ. ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഐ എം ബൈ ഐ സി ഡാഷ്. ഇത് നമ്മൾ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, നോക്കി. എം ഈസിക്കൽ ബീറ്റ ബൈ ആൽഫ ഫ്രം ട്രയാംഗിൾ ഐ സി എം ടാൻ ആൽഫ ഈസിക്കൽ ഐ എം ബൈ ഐ സി. ഇക്വേഷൻ നമ്പർ 1. അന്നേരം ആ പടത്തിനകത്ത് 2 ട്രയാംഗിൾ വരണം. അതൊക്കെ നിങ്ങൾ ആ 2 ട്രയാംഗിൾ ഒന്നിലും തെറ്റിപ്പോയി. ടാൻ ബീറ്റ ഈസിക്കൽ, അതിൽ നിന്ന് ടാൻ ആൽഫ കണ്ടുപിടിക്കുന്നു. ടാൻ ബീറ്റ ഈസിക്കൽ ഐ എം ബൈ ഐ സി ഡാഷ്. ഇക്വേഷൻ നമ്പർ 2. ഇനി സ്മോൾ വാല്യൂസ് എടുത്താൽ എപ്പോഴും നമുക്കറിയാം സൈൻ ഐ ബൈ സൈൻ ആർ. സ്മോൾ വാല്യൂസ് എടുത്താൽ ഐയും ആറും ഒക്കെ കളയാം, സോറി സൈനും സൈനും ഒക്കെ പോകും, ബാക്കി ഐയും ആറും മാത്രമേ നിൽക്കത്തുള്ളൂ. സ്മോൾ വാല്യൂസ് എടുത്താൽ സൈനും സൈനും അങ്ങ് വെട്ടിപ്പോകുന്നതല്ല, അതങ്ങ് കുറവാണ്, ഐ ബൈ ആർ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ സ്മോൾ വാല്യൂസ് എടുത്താൽ ടാൻ ആൽഫയിൽ ആൽഫ ഈസിക്കൽ ടു ഐ എം ബൈ ഐ സി എന്ന് എഴുതാം. ടാൻ ബീറ്റയിലെ ടാനും പോയി, ബീറ്റ ഈസിക്കൽ ഐ എം ബൈ ഐ സി ഡാഷ് എന്ന് എഴുതുക. ഇക്വേഷൻ നമ്പർ 4. ഇനി എം ഈസിക്കൽ ടു ബീറ്റ ബൈ ആൽഫ. എം ഈസിക്കൽ ബീറ്റയ്ക്ക് വരെ കൊടുക്കാം ഐ എം ബൈ ഐ സി ഡാഷ്. നോക്കിയാൽ എം ഈസിക്കൽ ടു ഐ എം ബൈ ഐ സി ഡാഷ് ബൈ ആൽഫയ്ക്ക് പകരം ഐ എം ബൈ ഐ സി. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എം ഈസിക്കൽ ടു ഐ എം ബൈ ഐ സി ഡാഷ് ഇൻറ്റു ഐ സി ബൈ ഐ എം. ഐ എമ്മും ഐ എമ്മും ക്യാൻസൽ ആയി. നോക്കി, എം ഈസിക്കൽ ടു എന്താ കിട്ടും? ഐ സി ബൈ ഐ സി ഡാഷ്. കണ്ടോ? ഈ ഐ സി എന്ന് പറയുന്നത് ഐ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. പടത്തിനകത്ത് വളരെ വ്യക്തമാണ്. ഐ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എഫ് ഒ, ഐ മുതൽ സി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എഫ് ഇ. അന്നേരം നമുക്ക് ഐ സിക്ക് വരെ എഫ് ഒ എന്നും ഐ സി ഡാഷിന് വരെ എഫ് ഇ എന്നും കൊടുക്കാം. അന്നേരം എം ഈസിക്കൽ ടു എഫ് ഒ ബൈ എഫ് ഇ എന്ന് കിട്ടും. അതുകൊണ്ട് ഈ 2 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലെങ്ത് ഓഫ് ദി ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ കൂട്ടുന്നതാണ്. ഈ എഫ് ഒയും എഫ് ഇയുടെ കൂട്ടുന്നതാണ് ഈ ടെലിസ്കോപ്പിന്റെ ലെങ്ത്. അന്നേരം എൽ ഈസിക്കൽ ടു എങ്ങനെ എഴുതാം?
FO പ്ലസ് FE. ഉണ്ട്, ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു 2 മാർക്ക് കിട്ടി. മറ്റേ 2.5 മാർക്കാണ്, 2.5 4.5. ഇനി ഇത്രയുടെ ഉള്ളു ലിമിറ്റേഷൻസ്. 2 ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ലെൻസിന്റെ ഡിഫക്റ്റ് ഉണ്ട്. മറ്റേടത്ത് മൈക്രോസ്കോപ്പിൽ നമ്മൾ മാഗ്നിഫൈങ് പവർ ആണ് പറയുന്നതെങ്കിൽ ഇവിടെ നമ്മൾ റിസോൾവിങ് പവറാണ്. എന്തോ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇങ്ങനെ പഠിച്ചാൽ മതി. റിസോൾവിങ് പവർ ലോ ആണ്. ലെൻസിന്റെ 2 ഡിഫക്റ്റ് ഉണ്ട്. ഏതിന്? റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. അന്നേരം ഇത്രയാണ് എസ് എ. അപ്പം 7 എസ് എ എണ്ണം പറഞ്ഞ് കംപ്ലീറ്റ് എസ് എസ് തീർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടും ലളിതമായിട്ടും സിമ്പിളായിട്ടും മനസ്സിലാക്കും. 1-2 വട്ടം കേട്ടങ്ങ് പഠിച്ചാൽ മതി. കണ്ടിപ്പാത് പബ്ലിക് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും പാടുള്ള ചാപ്റ്ററാണ് റയോപ്റ്റിക്സ്. പക്ഷെ സിമ്പിളായിട്ട് പഠിക്കാം. ഏതൊക്കെ എസ്സാണെന്ന് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് നിർത്താം. 1 നമ്പർ 1 റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. നമ്പർ 2 റിലേഷൻ ബിറ്റ്വീൻ UV and R. നമ്പർ 3 ലെൻസ് മേക്കേഴ്സ് ഫോർമുല. നമ്പർ 4 മിറർ ഇക്വേഷൻ. നമ്പർ 5 സിമ്പിൾ മൈക്രോസ്കോപ്പ്. നമ്പർ 6 കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ആൻഡ് നമ്പർ 7 റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. എല്ലാം അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. AC ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. കിടിലൻ ചാപ്റ്ററാണ്. ഒരുപാട് ഡെറിവേഷൻസ് കൊണ്ട് ഇത്രയും ആറാടുന്ന ഒരു ചാപ്റ്റർ റയോപ്റ്റിക്സ് തുടങ്ങി പോലും ഓൾട്ടർനേറ്റിംഗ് കറന്റ്. പല കുട്ടികളുടെയും പേടി സ്വപ്നമാണ് AC. ഇതുകൊണ്ട് നിങ്ങളുടെ പേടി സ്വപ്നം മാറുകയാണ്. എല്ലാ ഡെറിവേഷൻസും വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കും. ആദ്യമായിട്ട് ചാനലാണവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ പറഞ്ഞ് കമന്റ്സ് ഇടുക. വളരെ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം ഫിസിക്സ് എന്നുള്ളത് നമുക്ക് AC-യിലൂടെ പഠിക്കാം. അന്നേരം നമ്മൾ തുടങ്ങുന്ന AC യഥാർത്ഥത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലാസ്റ്റിലാണ് AC ജനറേറ്ററും പ്രിൻസിപ്പിളും. ഞാൻ പക്ഷേ AC-ക്ക് അത്തം പഠിക്കുക. AC ഒരു പേരുണ്ടല്ലോ, നമ്മൾ ഐശ്വര്യമായിട്ട് AC-ക്ക് അത്തം പഠിപ്പിക്കുകയാണ്. AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിളും വർക്കിംഗ്. അന്നേരം അതൊരു ഇക്വേഷൻ ഡെറിവ് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ടതാണ്. കുറച്ചുകൊണ്ടത്, പക്ഷെ വെരി സിമ്പിൾ എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് അതുപോലെ ഫീൽ ചെയ്യും. ഓക്കെ, അന്നേരം ഒരു കോയിലൊക്കെ എടുത്ത് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതായത് ഇക്വേഷൻ നമുക്ക് ഡെറിവ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ phi = BA. ശ്രദ്ധിച്ചിരിക്കണേ, phi = BA. അതിൽ നിന്ന് B = നമുക്ക് എങ്ങനെ എഴുതാം? phi/A എന്ന് എഴുതാം. അതിൽ നിന്ന് ആ ഇക്വേഷൻ ആണ് വീണ്ടും phi = BA. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു കോയിലിന്റെ ഏരിയ ആണ് A. ആ കോയിലിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ഉണ്ടെങ്കിൽ നമുക്ക് BAN എന്ന് എഴുതാം. അതൊരു പ്രത്യേക രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. 0, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270, 360. അത് കോസിന്റെ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് cos θ എന്ന് എഴുതാം. അത് ഈ ഇക്വേഷൻ മറക്കരുത്. ആദ്യം phi = BA. phi = BA ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ആ കോയിലിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n-ഉം അത് കൊസൈൻ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് cos θ. ഈ തീറ്റയ്ക്ക് പകരം എങ്ങനെയാണ് ω/t? ഈ ചാപ്റ്റർ മൊത്തത്തിൽ അങ്ങനെയാണ് കേട്ടോ. ശ്രദ്ധിച്ചോണേ, നമ്മള് +1 പഠിച്ചാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതായത് ω = θ/t അല്ലെങ്കിൽ θ = ω/t. അതായത് തീറ്റ ഉള്ളിടത്തെല്ലാം ഇനി നമ്മൾ എന്ത് കൊടുക്കുക? ω/t. അതായത് cos θ ഉള്ളിടത്തെല്ലാം ω/t. അതായത് phi = BAN cos ω/t. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണേ. ഇങ്ങനെ എഴുതി നല്ലപോലെ എഴുതി പഠിക്കണം. ഇനി നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിനെല്ലാം പഠിക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഫോഴ്സ് കൊടുത്ത് കിട്ടുന്ന EMF. ഇവിടെ കിട്ടുന്നതല്ല, അന്നേരം കിട്ടുന്ന EMF ആണ്. അന്നേരം കിട്ടുന്ന EMF-നെ പറയുന്ന പേര് ഫിസിക്സിൽ ഇൻസ്റ്റന്റേനിയസ് EMF എന്നാണ്. എന്തോ EMF ആണ്? ഇൻസ്റ്റന്റേനിയസ് EMF ഡിനോമിനേറ്റർ ക്യാപിറ്റൽ E ആണ്. നമ്മൾ ലെൻസസ് ലോ അനുസരിച്ച് നമുക്ക് E = -dϕ/dt എഴുതാം. -dϕ/dt. phi = BAN cos ω/t. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ E = -dϕ/dt. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാന്ന് പറഞ്ഞാൽ ലെൻസസ് ലോ അനുസരിച്ച് E = -dϕ/dt. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് EMF ആയതുകൊണ്ട് സ്മോൾ ഇക്ക് വരെ നമ്മൾ ക്യാപിറ്റൽ E കൊടുത്തു. അതായത് E = -dϕ/dt. E = -d/dt ഓഫ്. പിന്നെ എന്താ പറയുക? ഒരു phi ഇല്ലയോ? ഈ phi-ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? BAN cos ω/t എന്ന് കൊടുക്കാമോ? അതായത് ഞാൻ എങ്ങനെ കൊടുക്കാം? BAN cos ω/t. ശ്രദ്ധിച്ചിരിക്കണേ. E = ഇവിടെ B കോൺസ്റ്റന്റ് ആണ്, A കോൺസ്റ്റന്റ് ആണ്, N കോൺസ്റ്റന്റ് ആണ്. അല്ല മൈനസ് ഉണ്ട്, പിന്നെ B-യും A-യും N-ഉം പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? d/dt ഓഫ് cos ω/t.
അല്ലേ? d/dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. d/dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ d/dt cos ഒമേഗ t എന്ത് വരും നോക്കിയേ? മൈനസ് BAN ഇൻറ്റു d/dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. d/dt cos ഒമേഗ t എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ t ഇൻറ്റു ഇത് പഠിച്ചിട്ടുണ്ട് d/dt ഓഫ് t എന്ന് പറഞ്ഞാൽ 1. നമ്മൾ ഈ ഒമേഗ ടി മാത്രമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒരു ഒമേഗ കോൺസ്റ്റന്റ് d/dt ഓഫ് ഒമേഗ ടി ഒമേഗ കോൺസ്റ്റന്റ് ആണ്. അതാണ് d/dt ഓഫ് ടി. d/dt ഓഫ് ടി 1. അത് ഒമേഗ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഇത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് 1-2 വട്ടം കേട്ട് മനസ്സിലാക്കണ്ട. ഇനി ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യുകയാണെ നോക്കിയിട്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ബാക്കി എന്തുകൊണ്ട്? BAN പിന്നെ ഒരു ഒമേഗ ഉണ്ട്. ഒമേഗ സൈൻ ഒമേഗ ടി അല്ലേ? ഈ BAN ഒമേഗ വരെ എനിക്ക് E0 എന്ന് കൊടുക്കാം. ഇത്രയും കോൺസ്റ്റന്റ്. BAN ഒമേഗ ഒരു കോൺസ്റ്റന്റ്. E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഈ ചാപ്റ്റർ തീരുന്നവരെ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ്. E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. E എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് EMF. ഓക്കെ. E0 എന്ന് പറഞ്ഞാൽ മാക്സിമം EMF അല്ലെങ്കിൽ പീക്ക്. മാക്സിമത്തിന് പറഞ്ഞാൽ മറ്റൊരു വാക്കാണ് പീക്ക് EMF. ഇത് ഡിറൈവ് ചെയ്ത് നിങ്ങൾക്ക് 2 മാർക്ക് 5 മാർക്കിന്റെ എസ് 5 മാർക്കിന്റെ എസ് AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഇത്ര എഴുതുന്നത് 2 മാർക്ക് കിട്ടും. ഈ E0 സൈൻ ഒമേഗ ടി. E0 പറയുന്ന പേര് മാക്സിമം EMF അല്ലെങ്കിൽ പീക്ക് EMF. ക്ലിയർ ആയോ? ഇനി വർക്കിംഗ് ആണ്. ഇതൊരു കോയിലാന്ന് വെച്ചു. ഈ കോയിൽ ഇപ്പൊ ഇരിക്കുന്ന 0 ഡിഗ്രിയാണ്. ഇപ്പൊ എത്ര ഡിഗ്രിയാണ്? 90, 180, 270, 360. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഇത് 0 ആണ്, ഇത് 90, ഇത് 180, 270, 360. അതായത് എത്ര ആംഗിൾ ഉണ്ട്? 0 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്, 180 ഡിഗ്രി ഉണ്ട്, 270 ഡിഗ്രി ഉണ്ട്, 360 ഡിഗ്രി ഉണ്ട്. 5 ആംഗിൾ ഉണ്ട്. അന്നേരം 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോണേ വർക്കിംഗ്. ആദ്യം E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. തീറ്റ എന്ന് പറയുന്നതിന് ഒമേഗ ടി. അതായത് ആദ്യം നമുക്ക് 0 എന്ന് കൊടുക്കാം. ഒമേഗ ടിക്ക് 0 ഡിഗ്രി എന്ന് കൊടുക്കാം. ഇക്വേഷൻ എഴുതിയിരിക്കുന്നതാണ്. E ഈക്വൽ ടു E0 സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ 91 ആണ്. സൈൻ 0 0 ആയി. ഈ സൈൻ 0 0 ആകുമ്പോൾ എന്ത് വരും? E0 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ E ഈക്വൽ ടു 0. അവിടെ EMF ഉണ്ടോ? ഇല്ല. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. അത് എഴുതിയേക്കുന്നത്. അടുത്ത കേസ് 2 നിങ്ങൾ തന്നെ പറഞ്ഞേ. E ഈക്വൽ തുടക്കം ഇങ്ങനെ തന്നെ എഴുതുക. E0 സൈൻ ഒമേഗ ടി. തീറ്റ കഴിഞ്ഞ അടുത്ത ആംഗിൾ എത്ര? 90 ഡിഗ്രി. നല്ല തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു 90 ഡിഗ്രി. പറയടേ E ഈക്വൽ ടു E0 സൈൻ 90. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആകട്ടാ. E ഈക്വൽ ടു E0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ E0. E0 ഇൻറ്റു സൈൻ 90 1 ആണ്. E0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ E0. ഈക്വൽ E0. E0 എന്ന് പറഞ്ഞാൽ എന്തോ? മാക്സിമം EMF കിട്ടി. എത്ര ഡിഗ്രിയിൽ? 90 ഡിഗ്രിയിൽ. ഉണ്ടോ? ഇനി മൂന്നാമത്തെ കേസ് എന്ത് എളുപ്പം നോക്കി. E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അടുത്ത ഡിഗ്രി എത്ര? തീറ്റ ഈക്വൽ ടു. ക്ലിയർ ആണോ? പറഞ്ഞല്ലോ കേട്ടോ, എളുപ്പമാണ്. ഒമേഗ ടി ഈക്വൽ ടു 180 ഡിഗ്രി. E ഈക്വൽ ടു E0 സൈൻ 180. സൈൻ 180 എന്ന് പറഞ്ഞാൽ വീണ്ടും 0 ആയി. അങ്ങനെയാണെങ്കിൽ E ഈക്വൽ ടു E0 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ വീണ്ടും E ഈക്വൽ ടു 0. കേസ് 1, കേസ് 2, കേസ് 3 3 ആംഗിളാണ്. 0, 90, 180. അടുത്ത എത്ര ഡിഗ്രി ആയിട്ട്? 270. അവിടെ എസ് തീരുവാ. എന്ത് എളുപ്പമായി? E0 സൈൻ ഒമേഗ ടി. തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു 270 ഡിഗ്രി. E ഈക്വൽ ടു E0 സൈൻ 270. സൈൻ 270 എന്ന് പറഞ്ഞാൽ -1. സൈൻ 270 ഈക്വൽ ടു -1. E ഈക്വൽ ടു E0 ഇൻറ്റു -1. E ഈക്വൽ ടു -E0. മാക്സിമം EMF ആണ് E0. പക്ഷെ മൈനസ് വന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്.
ഗ്രാഫ് വരയ്ക്കുമ്പോൾ പഠിപ്പിക്കാം. അടുത്ത ലാസ്റ്റ് കേസ് പൈ ഏതാ? E ഈസിക്കൽ ടു E0 സൈൻ ഒമേഗ ടി. എത്ര ആംഗിൾ? 0 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 180 കഴിഞ്ഞു, 270 കഴിഞ്ഞു. അടുത്തത് E0 സൈൻ തീറ്റ ഈസിക്കൽ ടു ഒമേഗ ടി ഈസിക്കൽ ടു 360 ഡിഗ്രി. സൈൻ 360 എന്ന് പറഞ്ഞാൽ 0. E ഈസിക്കൽ ടു 0. ഏതൊക്കെ ആംഗിളിൽ നമുക്ക് 0 കിട്ടി? 0 ഡിഗ്രി കിട്ടി, 180 കിട്ടി, 360 കിട്ടി. ഏതൊക്കെ ആംഗിളിൽ മാക്സിമം കിട്ടി? 90 കിട്ടി, 270 കിട്ടി. 90 കിട്ടിയപ്പോൾ മാക്സിമം EMF കിട്ടി, 270 കിട്ടിയപ്പോൾ മാക്സിമം EMF കിട്ടി. പക്ഷേ മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ എന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നിങ്ങൾ ഗ്രാഫ് നോക്കിയിട്ട് ഇതാണ് ഈ ഗ്രാഫ്. AC-യുടെ ഗ്രാഫാണ്. സൈൻ കർവുമായിട്ട് സിമിലറാണ്. നോക്കി, ഇവിടെ 0, മണ്ടയ്ക്ക് E0, ഇവിടെ മൈനസ് E0. ഇവിടെ ഒരു ഗ്രാഫിന് നടുക്ക് 0 അല്ലേ, മുകളിലോട്ട് പോകുന്നതും പ്ലസ് ആണ്. അല്ല, മണ്ടയ്ക്ക് E0 എന്നുള്ളത് താഴെ വരുമ്പോൾ മൈനസ് ആണ്, മൈനസ് E0. നിങ്ങൾ ഇവിടെ 0 അല്ലേ, ആദ്യം 0, ആംഗിൾ 0. ഇവിടെ വന്നപ്പോഴില്ലേ മാക്സിമം ആയി ഗ്രാഫ്. മാക്സിമം ആകുമ്പോൾ എത്ര? 90 അല്ലേ. 90 ആണ് π/2 എന്ന് എഴുതി. എടേ പൈ എന്ന് പറഞ്ഞാൽ എത്ര? പൈ 180. 180/2 എന്ന് പറയുന്നതാണ് എത്ര ഡിഗ്രി? 90. ഇത് 90 ഡിഗ്രി. മാക്സിമം ആയില്ലേ. വീണ്ടും 0 എത്തി. അന്നേരം എത്ര? പൈ എന്ന് പറഞ്ഞാൽ എത്ര? 180. അവിടെ വീണ്ടും 0 ആയി. ഇനി നിങ്ങൾ നോക്കിയാണ്ടേ, ഇത് വീണ്ടും മാക്സിമം ആക്കി. ഇതിന്റെ ഓപ്പോസിറ്റ് ആയി. അതുകൊണ്ടാണ് അത് 270. 180 കഴിഞ്ഞാൽ 270 നമ്മൾ എഴുതുന്നത് 3π/2 എന്നാണ്. പലർക്കും അറിയാത്ത കാര്യമാണ്. 3 ഇൻറ്റു പൈക്ക് വരാൻ കൊടുക്കാം 180/2. 3 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 540/2. 540/2 എന്ന് പറയുന്നതാണ് 270. കണ്ടോ? മൈനസ് E0 വരാനുള്ള കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഉണ്ടോ? ഇനി വീണ്ടും ഇവിടെ വന്നപ്പോൾ 0 ആയി. 2π എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പൈ എത്ര? 180. 360 വീണ്ടും 0 ആയി. ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരിക, കറക്റ്റ് ആംഗിൾ അനുസരിച്ച്. ഇത് EMF-ഉം ആംഗിളും വെച്ചാൽ ഗ്രാഫ് വരിക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കറണ്ട് ഐയും ഒമേഗ ടിയും വെച്ച് സെയിം ഗ്രാഫ് വരയ്ക്കാം. E0യുടെ സ്ഥാനത്ത് I0 എന്നും മൈനസ് E0യുടെ സ്ഥാനത്ത് I0 കൊടുക്കുക. ഈ ഗ്രാഫിനെല്ലാം മാറുകളാണ്. ഇനി സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് 5 മാർക്ക് നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് പഠിക്കുക. ഒരു വട്ടം കേട്ട് നോക്കണം. ഇവിടെ ഓംസ് അനുസരിച്ച് R = V/I അല്ലേ. R = V/I. അതിന് I = എങ്ങനെ എഴുതാം? V/R. വിക്ക് പകരം നമ്മൾ എല്ലായിടത്തും ഫിസിക്സിൽ E എന്ന് കൊടുക്കും. കാരണം വോൾട്ടേജും EMF ഒക്കെ സെയിം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ I = വിക്ക് പകരം E/R. E എന്ന് പറയുന്നത് E0 sin ഒമേഗ ടി അല്ലേ. ഇപ്പൊ നമ്മൾ പഠിച്ച I = E ക്ക് പകരം E0 sin ഒമേഗ ടി കൊടുത്തു R. E0 sin ഒമേഗ ടി R. I = E0/R ഒരു ബ്രാക്കറ്റ് കൊടുത്തു. E0/R എടുത്തൊരു ബ്രാക്കറ്റ് കൊടുത്തു, ബാക്കി sin ഒമേഗ ടി. E0/R എന്ന് പറയുന്നതിന് പകരം നമുക്ക് I = E/R. അങ്ങനെയാണെങ്കിൽ I0 എന്തായിരിക്കും? ഇവിടെ E0/R അല്ലേ. തിരിച്ചു പറഞ്ഞാൽ E0/R പകരം നമുക്ക് എന്തോ കൊടുക്കാം? I0 എന്ന് കൊടുക്കാം. ഇക്വേഷൻ എന്താ വരും? I = I0 sin ഒമേഗ ടി. I0 is called E0 എന്ന് പറഞ്ഞാൽ മാക്സിമം EMF അല്ലേ. I0 എന്ന് പറഞ്ഞാൽ എന്തുവാ? മാക്സിമം കറണ്ട് അല്ലെങ്കിൽ പീക്ക് കറണ്ട്. ഉണ്ടോ? നിങ്ങൾ ഒരു 1-2 വട്ടം കേട്ട് പോകണം. ആദ്യം AC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ 5 മാർക്കിന്റെ എസ് ആണെന്ന് ഉറപ്പിക്കുക. ആദ്യം E0 sin ഒമേഗ ടി ഡിറൈവ് ചെയ്യുക. 5 കേസ് പഠിക്കാൻ എന്ത് എളുപ്പം? E0 sin ഒമേഗ ടി 5 ആംഗിൾ 0, 90, 180, 270, 360 ഈ ഇക്വേഷനോട് കൊടുക്കുക. എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടും. 2 ഗ്രാഫ് EMF വെച്ചുള്ള ഗ്രാഫും കറണ്ട് വെച്ചുള്ള ഗ്രാഫും വരയ്ക്കുക. പിന്നെ ഈ ഡെറിവേഷൻ കറണ്ടിന് വേണ്ടി കണ്ടുപിടിച്ച E0 sin ഒമേഗ ടി. ഇത്രയും കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ മനസ്സിലാകും. നിങ്ങൾ കമൻസിൽ ഉറപ്പായിട്ടും പറയുക. കാരണം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ടോപ്പിക്കാണ്. ഞാൻ AC പഠിപ്പിക്കുമ്പോൾ തുടക്കം പഠിപ്പിക്കുന്നത് AC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അത് ഐശ്വര്യത്തിന് വേണ്ടി. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇംപെഡൻസ് ഉണ്ട്, പവർ ഫാക്ടർ ഉണ്ട്, LCR സർക്യൂട്ട് ഉണ്ട്. പേടിക്കേണ്ട. സിമ്പിൾ ആയിട്ട് പഠിക്കാം. അന്നേരം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. AC എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് എസ്സേ, അതായത് AC ജനറേറ്റർ അതിന്റെ പ്രിൻസിപ്പിൾ വർക്കിംഗ്, അത് നമ്മൾ കഴിഞ്ഞു.
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതിനകത്ത് കുറേ ഡെറിവേഷൻസ് ആണ് AC എന്ന് പറയുന്നത്. പേടിക്കാനൊന്നുമില്ല, വളരെ ടെൻഷൻലെസ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. ഒരു AC സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ ഡെറിവേഷൻ എന്താണ്? എന്നാൽ നമുക്ക് അതിനകത്തെ ആദ്യത്തെ അതിന്റെ ഡയഗ്രാം നോക്കാം. സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ നോക്കി. സർക്യൂട്ട് ഡയഗ്രാമിനകത്ത് AC ഉണ്ട്, ഇത് റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അന്നേരം AC സർക്യൂട്ടിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റർ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ നമുക്ക് ബാക്കിയുള്ള ഫേസർ ഡയഗ്രാം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് ഈ ഡെറിവേഷൻ പഠിച്ചിട്ട് പഠിക്കും. ഇത് എളുപ്പമാണ് പഠിക്കാൻ. ആദ്യം എല്ലാത്തിനും തുടങ്ങുന്ന ഇക്വേഷൻ ഇതാണ്. E = E0 sin ωt. ഇതാണ് ആദ്യം തുടങ്ങുന്ന ഇക്വേഷൻ. ഓംസ് ലോ അനുസരിച്ച് എന്തുകൊണ്ട് ഇക്വേഷൻ? R = V/I. R = V/I. അതിൽ നിന്ന് I = V/R. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോറി, വിക്ക് പകരം എല്ലാം നമുക്ക് E എന്ന് കൊടുക്കാം. വിക്ക് പകരം E എന്ന് കൊടുത്താൽ ഇക്വേഷൻ വരുന്ന I = വിക്ക് പകരം E കൊടുക്കുമ്പോൾ E/R. ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E0 sin ωt കൊടുക്കലോടെ നോക്കി. E = E0 sin ωt. I = ഇക്ക് പകരം E0 sin ωt/R. E0/R ഒരു ബ്രാക്കറ്റിൽ കൊടുക്കും. I = E0/R × sin ωt. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കി. I = E0/R. I = V/R. I0 ആണെങ്കിൽ V0/R ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ വിക്ക് വരവില്ലേ നമ്മൾ E0 കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ V0ക്ക് വരെ നമുക്ക് E0 കൊടുക്കാം. I = E0/R. ഈ E0/R വരെ നമുക്ക് എന്ത് കൊടുക്കാം? I0 എന്ന് കൊടുക്കാം. I എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയും നോക്കിയാൽ I എന്ന് പറഞ്ഞാൽ E/R. അങ്ങനെയാണെങ്കിൽ I0 എന്ന് പറഞ്ഞാൽ E0/R. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ E0/R വരെ നമുക്ക് എന്ത് കൊടുക്കാം? I0 എന്ന് കൊടുക്കാം. ഇക്വേഷൻ എന്ത് വരും? ഇത്രയും ഭാഗത്തിന് ഒരു I0. I = I0 sin ωt. ഇതാണ് രണ്ട് ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഇക്വേഷൻ ഇത്. ആദ്യത്തെ ഇക്വേഷൻ E = E0 sin ωt. രണ്ടാമത്തെ ഇക്വേഷൻ I = I0 sin ωt. ആദ്യത്തെ ഇക്വേഷന്റെ പ്രത്യേകത E = E0 sin ωt ആംഗിൾ എന്ന് പറയുന്നത് ωt ആണ്. ആണോ? I = I0 sin ωt ആംഗിൾ എന്ന് പറയുന്നത് ωt ആണ്. എന്ന് പറഞ്ഞാൽ EMF, E എന്ന് പറയുന്നത് EMF ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്. EMFന്റെയും കറണ്ടിന്റെയും ആംഗിൾ സെയിം ആണ്. സെയിം ആംഗിൾ ആണെങ്കിൽ അതിനെ പറയുന്നത് ഒരു സെയിം ഫേസ് എന്ന് പറയാം. സെയിം ഫേസ്. അതാണ് ഇവിടെ എഴുതിയേക്ക് നോക്കി. ഫ്രം ഇക്വേഷൻസ് 1 and 2. From equations 1 and 2, it is clear that current is in phase with EMF. കറണ്ടും EMFും ഒരേ ഫേസിലാണ്. This means that both have 0 at the same instant and both have maximum value at the same instant. രണ്ടും ഒരേപോലെ 0 ആകും, രണ്ടും ഒരേപോലെ മാക്സിമം ആകും. ഇനി ഇതിന്റെ ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ വേറെ പേര് പറയും കേട്ടോ, വെക്ടർ ഡയഗ്രാം എന്ന് പറയും. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ V/I വെച്ചാണ് ഗ്രാഫ്. ആദ്യം ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്, സെയിം ആംഗിൾ ആയതുകൊണ്ട് ഡോട്ട് ഇട്ട് നേരെ I എഴുതി. അതായത് E/I സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് സെയിം ആംഗിൾ ആണ്, അല്ലെങ്കിൽ സെയിം ഫേസ് ആണ്. ഇനി എന്റെ ഗ്രാഫിക്കിൽ നോക്കി, ഡാർക്കൻ ചെയ്തിരിക്കുന്നത് E ആണ്, EMF ആണ്. അതിന്റെ മണ്ടയ്ക്ക് അതുപോലെ തന്നെ ഡോട്ടഡ് ആയിട്ട് ഏത് വെച്ചേക്കുവാണ് I എന്ന് പറഞ്ഞാൽ EMF രണ്ടും 0 ആകുന്ന ഇവിടെ, രണ്ടും മാക്സിമം ആകുന്ന ഇവിടെ, രണ്ടും 0 ആകുന്ന ഇവിടെ, രണ്ടും മാക്സിമം ആകുന്ന ഇവിടെ. കാരണം എന്താ? രണ്ടിന്റെ ആംഗിൾ സെയിം ആകുമ്പം സെയിം ഫേസ് ആണെങ്കിൽ ഇതിന്റെ ഒരെണ്ണം ഡാർക്കൻ ചെയ്ത് വരയ്ക്കണേ അതിന്റെ പുറത്തോട്ട് തന്നെ അടുത്തത് വരുവാണെങ്കിൽ അത് സെയിം ഫേസ് ആണ്. അന്നേരം എൻ്റെ AC സർക്യൂട്ട് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം, ഫേസർ ഡയഗ്രാം ഓർ വെക്ടർ ഡയഗ്രാം വരയ്ക്കണം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. E = E0 sin ωt, I = V/R, വിക്ക് വരെ E, I = E/R, ഇക്ക് വരെ E0 sin ωt, I = E0 sin ωt/R, I = E0/R ഒരു ബ്രാക്കറ്റിൽ കൊടുത്തു, E0/R × sin ωt, E0/R വരെ I0 എന്ന് കൊടുത്തു, I = I0 sin ωt. ഈ സെന്റൻസിൽ എഴുതുക. ഈ മൂന്ന് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഒരു ഡെറിവേഷൻ കഴിഞ്ഞു. AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് കോയില. ഇൻഡക്ടർ ഓൺലി L ആണ്ടേ. നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാൽ മറ്റേ റൂട്ട് ഫേസ് ഡയഗ്രാം എല്ലാം ഉണ്ട്. സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാൽ അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. ഉണ്ടോ?
AC എന്ന് പറയുന്ന സിമ്പിളും ഉണ്ട്, കറണ്ടും ഉണ്ട്. ക്ലിയർ? മറ്റേ റെസിസ്റ്ററിന് പകരം ഇവിടെ ഇൻഡക്ടർ. ഇനി നോക്കി തുടങ്ങുന്ന ഇക്വേഷൻ നോക്കി, E = E0 sin ωt. അതായത് എല്ലാത്തിലും തുടങ്ങുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് E = E0 sin ωt ആണ്. അത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം the induced EMF in the inductor is given by, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലെൻസസ് ലോ അനുസരിച്ച് E = -d∅dt ആണ്. ലെൻസസ് ലോ അനുസരിച്ച് E = -d∅dt. ഇത് നമ്മൾ പഠിച്ചതാണ് 6ാമത്തെ ചാപ്റ്ററിനകത്ത്. ഫൈ എന്ന് പറയുന്നത് Li ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് E = നോക്കിയിട്ട് -d/dt ഓഫ് ഫൈക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? Li എന്ന് കൊടുക്കാം. അതെ, E = പുറത്തെടുത്തു, L കോൺസ്റ്റന്റ്. L എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. -L പുറത്തെടുത്തു, ബാക്കി di/dt. അതാണ് ഇക്വേഷൻ നമ്പർ 2. ലെൻസസ് ലോ അനുസരിച്ച് E = -d∅dt, ഫൈക്ക് പകരം Li എന്ന് കൊടുക്കാം. E = -d/dt ഓഫ് Li, E = -L × di/dt. ആണ് ഇതുപോലെ. ഇനി ഒരു കണ്ടീഷൻ ആണ്, ടു മെയിൻറ്റെയിൻ ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു AC ഒരു സർക്യൂട്ടിനകത്തൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് താണ്ടിത -L × di/dt. അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് E0 sin ωt. ഇത് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണമെന്നാ. നോക്കി, E0 sin ωt ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതായത് -− × L × di/dt. ഒരു മൈനസ് ഉണ്ട് ഓൾറെഡി. -− × L × di/dt. മൈനസ് ഇൻറ്റു മൈനസ് എന്തോടെ? പ്ലസ്. E0 sin ωt = L × di/dt. ഈ ഇക്വേഷൻ നേരെ തിരിച്ച് ഞാൻ എഴുതി. L × di/dt = E0 sin ωt. ഇക്വേഷൻ നമ്പർ 3. ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. സിമ്പിൾ സ്റ്റെപ്പുകളാണ്, നല്ലപോലെ എഴുതി പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഓർത്തിരിക്കത്തില്ല കേട്ടോ, ഉറങ്ങല്ലേ. ഇനി ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ. ഇതാണ് ഇന്റഗ്രലിന്റെ സിമ്പിൾ ഇന്റഗ്രല്. ഇന്റഗ്രൽ L × di/dt ആണ്, രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. E = ഇന്റഗ്രൽ E0 sin ωt. ഇന്റഗ്രൽ L di/dt, L കോൺസ്റ്റന്റ് കേട്ടോ. L × ഇന്റഗ്രൽ di/dt = E0 sin ωt, E0 കോൺസ്റ്റന്റ്. E0 × ഇന്റഗ്രൽ sin ωt. L × ഇന്റഗ്രൽ di/dt എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ dx/dt എന്ന് പറഞ്ഞാൽ x ആണ്. ഇന്റഗ്രൽ dy/dt എന്ന് പറഞ്ഞാൽ y ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ di/dt എന്ന് പറഞ്ഞാൽ I ആണ്. ഓക്കെ, E0 ഇന്റഗ്രൽ sin ωt. നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് cos θ എന്ന് പറഞ്ഞാൽ sin 90 - θ, മൈനസ് cos θ എന്ന് പറഞ്ഞാൽ sin θ - 90. നമുക്ക് നോക്കാം. Li = E0 × ഇന്റഗ്രൽ sin ωt എന്ന് പറഞ്ഞാൽ -cos ωt. -cos ωt. നമ്മൾ ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഇൻറ്റു ഒമേഗ എന്ന് എഴുതും, ഇത് ഡിവൈഡ് ബൈ ഒമേഗ എന്ന് എഴുതും. ഓക്കെ, L × ഇന്റഗ്രൽ di/dt എന്ന് പറഞ്ഞാൽ I ആണ്, അല്ലേ? dx/dt x ആണ്, dy/dt y ആണെങ്കിൽ ഇന്റഗ്രൽ di/dt എന്ന് പറയുന്നത് എന്താണ്? I ആണ്. അന്നേരം Li = E0 × ഇന്റഗ്രൽ sin ωt എന്ന് പറഞ്ഞാൽ -cos ωt/ω. Li = E0 × ഇത് -cos θ എന്ന് പറയുന്ന ഫോർമുല ഇല്ലയോ? ആണ്ട് ഇവിടെ കിടക്കുന്നു. -cos θ നമുക്ക് എങ്ങനെ എഴുതാം? sin θ - 90. തീറ്റ എന്ന് പറയുന്നതും ωt എന്ന് പറയുന്നതും സെയിം ആണ്, നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. അത് നമുക്ക് -cos ωt എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? sin തീറ്റയ്ക്ക് പകരം ωt -90യെ π/2 എന്ന് എഴുതാം. പൈ എന്ന് പറഞ്ഞാൽ 180, 180/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. I = E0 sin ωt -π/2/ω. I = ഈ L താഴോട്ട് വരും. അന്നേരം E0 sin ωt -π/2/L × ω Lω. ആ E0/Lω ഒരു ബ്രാക്കറ്റിൽ കൊടുത്തു. അന്നേരം I = E0/Lω × sin ωt -π/2. E0/Lω എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വരെ നമുക്ക് I0 എന്ന് കൊടുക്കാം. ഇക്വേഷൻ വരും I =
I0 sin omega t minus pi by 2. ആദ്യത്തെ ഇക്വേഷൻ ഏതായിരുന്നത് E ഈസിക്കൽ E0 sin omega t. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഫ്രം ഇക്വേഷൻ 1 and 4 ഇതാ 4. EMF leads the current by a phase എന്ന് പറഞ്ഞാൽ ഒമേഗ ടി എന്ന് പറയുന്നത് ഏതിന്റെ ആംഗിൾ ആണ്? EMFന്റെ ആംഗിൾ ആണ്. അതിൽ ഇവിടെ ആദ്യം വന്നത് ആദ്യം വരുന്നത് ലീഡ് ചെയ്യുന്നു, മൈനസ് വരുമ്പോൾ അത് ലാഗ് ചെയ്യും. അന്നേരം ഒമേഗ ടി ആദ്യം വരുമ്പോൾ EMF ലീഡ് ചെയ്യും. EMF ലീഡ് ചെയ്യുമ്പോൾ ഒരാളല്ലേ ജയിക്കത്തുള്ളൂ. ഒരാൾ ജയിച്ചാൽ മറ്റേ ആൾ എന്ത് ചെയ്യും? തോക്കും. അതായത് EMF ലീഡ് ചെയ്താൽ ഏത് ലാഗ് ചെയ്യും? കറണ്ട് ലാഗ് ചെയ്യും. അതാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് EMF ലീഡ്സ് ബൈ എ ഫേസ്. ഫേസ് എന്ന് പറഞ്ഞ ആംഗിൾ പൈ ബൈ 2. ശരിയല്ലേ? പൈ ബൈ 2. ഓർ ഇൻ അതർ വേർഡ്സ് തിരിച്ച് കറണ്ട് ലാഗ്സ് ബൈ ദി EMF ബൈ എ ഫേസ് പൈ ബൈ 2. ഇത് ഇതുപോലെ പഠിക്കുക. ഇതിന്റെ ഗ്രാഫ് ഇനിയും പഠിക്കുന്ന എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അതെ, ഏതാണോ ലീഡ് ചെയ്യുന്നത് E0 വോൾട്ടേജ് അല്ലെങ്കിൽ EMF ആണെങ്കിൽ അത് മുകളിൽ കൊടുക്കണം. ഏതാണോ ലാഗ് ചെയ്യുന്നത് അത് താഴോട്ട് പോകണം. അതിന്റെ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. 90 ഡിഗ്രി കൊണ്ട് എത്ര? പൈ ബൈ 2. ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കി. EMF കണ്ട് ഇതുപോലെ വരച്ചു. EMF 0 ഇവിടെ തുടങ്ങി, ഇവിടെ ഇത്രയും ലാഗിങ് ഉണ്ട് അല്ലേ? ഇവിടെ 90 ആയി, ഇവിടെ 0 ആയി. അന്നേരം എപ്പോഴും എല്ലായിടത്തും നാണ്ട EMFും കറണ്ടും തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്? 90 ഡിഗ്രിയുടെ വ്യത്യാസം. അന്നേരം ഇതാണ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഉള്ളി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1, 2, 3 വട്ടം നിങ്ങൾ ഇത് കേട്ട് പഠിച്ചതിന് ശേഷം എഴുതി പഠിക്കുക. നല്ലതുപോലെ ഈ 3 ഡയഗ്രങ്ങൾ വരയ്ക്കുക. അപ്പം നമ്മൾ 2 ടോപ്പിക്കുകളാണ് കഴിഞ്ഞാൽ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഉള്ളി. ഇനി അടുത്ത ഒരെണ്ണമുണ്ട് AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഉള്ളി. ഓക്കെ ആണോ? നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ഡെറിവേഷൻസ് ഉണ്ട്. AC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെങ്കിൽ ഞാൻ ഇതിനകത്താണ് പഠിപ്പിക്കുന്നത്. അടുത്തത് AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി, LCR സർക്യൂട്ട്, പവർ ഫാക്ടർ, ഇംപിഡൻസ്. നമുക്കറിയാം ഇനി എത്ര ടഫായിട്ടുള്ള എക്സാം വന്നാലും ഇന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതൊരു മിനിമം ഇത്രയും പഠിച്ച ഒരു 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും വലിയ ടഫായിട്ടുള്ള പ്രൈസ്, കാരണം ഡെറിവേഷൻസ് ആണ്. വളരെ ലെങ്തി ഡെറിവേഷൻസ് അല്ല, ടഫ് ഡെറിവേഷൻസ് ആണ്. നല്ലപോലെ സിമ്പിളായിട്ട് പഠിപ്പിച്ചാൽ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചിരുന്നാൽ അടിപൊളിയായിട്ട് മനസ്സിലാവും. ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തൊക്കെ കാണുക കേട്ടാ. ഓക്കെ, അന്നേരം AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഉള്ളി. കഴിഞ്ഞ സമയം ഇൻഡക്ടർ പഠിച്ച അത് നോക്കിയിട്ട് ഈ സർക്യൂട്ട് നോക്കി. ശരിക്കും ഈ സർക്യൂട്ടിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഉണ്ടോ? കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഇത് AC ആണ്. ബാക്കിയുള്ള ഡയഗ്രത്തിലേക്ക് നമുക്ക് വരാം. ഇതെല്ലാം തുടങ്ങുന്ന ഇക്വേഷൻ ഇതാണ്. E ഈസിക്കൽ ടു E0 സൈൻ ഒമേഗ ടി. ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ്. E ഈസിക്കൽ ടു E0 സൈൻ ഒമേഗ ടി, ഇക്വേഷൻ നമ്പർ 1. ഇനി നോക്കിക്കോണം, കപ്പാസിറ്ററിന്റെ മെയിൻ ഇക്വേഷൻ ഏതാണ്? C ഈസിക്കൽ ടു Q ബൈ V. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിനകത്തൊക്കെ പഠിച്ച കപ്പാസിറ്ററിന്റെ മെയിൻ ഇക്വേഷൻ C ഈസിക്കൽ ടു Q ബൈ V. അതിൽ നിന്ന് V ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? Q ബൈ C. വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E എന്ന് കൊടുക്കാം. വിക്ക് പകരം നമുക്ക് E എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഇക്വേഷൻ എന്താ വരും? E ഈസിക്കൽ ടു Q ബൈ C. ഈ വിക്ക് പകരം ഞാൻ E എന്ന് കൊടുത്തു. അന്നേരം E ഈസിക്കൽ ടു Q ബൈ C, ഇക്വേഷൻ നമ്പർ 2. ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ E ഈസിക്കൽ ടു E0 സൈൻ ഒമേഗ ടി അല്ലേ, ഇക്വേഷൻ നമ്പർ 1. ഇതല്ലേ ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾ ഒരു സൈഡ് നോക്കിയുടെ E അല്ലേ, 2 ഇക്വേഷന്റെയും 1ഉം 2ന്റെയും 2 ഇക്വേഷന്റെ ഒരു സൈഡ് എന്തുവാ? E അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? E0 സൈൻ ഒമേഗ ടി ഈസിക്കൽ ടു Q ബൈ C. അതിൽ നിന്ന് Q ഈസിക്കൽ ടു ഇങ്ങനെ എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, C E0 സൈൻ ഒമേഗ ടി. അന്നേരം E0 സൈൻ ഒമേഗ ടി ഈസിക്കൽ ടു Q ബൈ C. അതിൽ നിന്ന് Q ഈസിക്കൽ ടു C E0 സൈൻ ഒമേഗ ടി, ഇക്വേഷൻ നമ്പർ 3. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി കറണ്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം, Q ബൈ ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, I ഈസിക്കൽ ടു dQ ബൈ dt. I ഈസിക്കൽ ടു d ബൈ dt പുറത്തെടുത്താൽ ഇൻറ്റു Q. Qന് പോലെ എനിക്ക് എന്ത് കൊടുക്കാം? C E0 സൈൻ ഒമേഗ ടി. ഓക്കെ, d ബൈ dt ഓഫ് ഈ Qന് പകരം എനിക്ക് dQ ഉണ്ട്. ഈ Qന് പകരം എന്ത് കൊടുക്കാം? d ബൈ dt പുറത്തെടുത്തു. ബാക്കി Qന് പകരം ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, C E0 സൈൻ ഒമേഗ ടി. ഇവിടെ സിയും E0യും കോൺസ്റ്റന്റ് ആണ്. I ഈസിക്കൽ ടു C E0 പുറത്തെടുത്തു. ബാക്കി
ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഒമേഗ ടിയെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി, ഒമേഗ കോൺസ്റ്റന്റ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒമേഗ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഒമേഗ. അതുകൊണ്ടാണ് C0 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഒമേഗ ടി മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒമേഗ. എന്നിട്ട് I is equal to ഈ ഒമേഗ ഇങ്ങോട്ട് വരാം. എന്നുള്ളത് വരും C0 ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ, ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാണ്. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. I is equal to E0 by 1 by C ഒമേഗ. ഇത് മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ ഇങ്ങനെ തന്നെ വരും, C0 ഒമേഗ എന്ന് വരും. E0 by 1 by C ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവിടെ E0 by 1 by C ഒമേഗ, E0 by 1 by C ഒമേഗയ്ക്ക് വരെ ഞാൻ I0 എന്ന് കൊടുക്കുക. ഇത്രയും ഒരു കോൺസ്റ്റന്റ്. പിന്നെ ഒരു I0 എന്ന് കൊടുത്താൽ ഇക്വേഷൻ എങ്ങനെ നോക്കി ആണേ, E0 by 1 by C ഒമേഗയ്ക്ക് വരെ I0. ഇക്വേഷൻ എന്തുവാ, I is equal to I0 cos ഒമേഗ ടി. ക്ലിയർ ആണോ? ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് തീറ്റ മാക്സിമം ഓടിക്കുന്നതാണ്. കോസ് തീറ്റ സൈൻ 90 പ്ലസ് തീറ്റ കേട്ടോ, സൈൻ 90 പ്ലസ് തീറ്റ. 90 പ്ലസ് തീറ്റ എനിക്ക് തിരിച്ചു എഴുതാമല്ലോ, തീറ്റ പ്ലസ് 90 ആണ്. എ പ്ലസ് ബി എന്നല്ലേ ബി പ്ലസ് എ. അങ്ങനെ കോസ് തീറ്റ ഇസിക്കൽ സൈൻ തീറ്റ പ്ലസ് 90 എന്ന് എഴുതാമല്ലോ. തീറ്റയ്ക്ക് പകരം എനിക്ക് ഒമേഗ ടി എന്ന് കൊടുക്കാം, 90ക്ക് പകരം എനിക്ക് പൈ ബൈ 2 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എഴുതാം. കോസ് തീറ്റ കോസ് ഒമേഗ ടി ഇസിക്കൽ ടു സൈൻ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് ഒമേഗ ടിക്ക് വരെ എനിക്ക് കൊടുക്കാം I ഈസിക്കൽ I0 കോസ് ഒമേഗ ടിക്ക് വരെ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഐക്കുള്ള ഇക്വേഷൻ ആണ്. ഒമേഗ ടി പ്ലസ് ആയതുകൊണ്ട് കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത്, EMF ആണ് ലാഗ് ചെയ്യുന്നത്. ഇൻഡക്ടറിൽ ആണെങ്കിൽ തിരിച്ചാ, EMF ആണ് ലീഡ് ചെയ്യുന്നത്, കറണ്ട് ആണ് ലാഗ് ചെയ്യുന്നത്. അത് വെച്ച് വേണം നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ. കണ്ടതുകൊണ്ട് ഏതാണോ ലീഡ് ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ കറണ്ട് ആണ്, അത് മുകളിലോട്ട് വരയ്ക്കുക. ഏതാണോ ലാഗ് ചെയ്യുന്നത്, EMF അല്ലെങ്കിൽ വോൾട്ടേജ്, അത് താഴോട്ട് വരയ്ക്കുക. ഇതിനിടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. ഇനി മറ്റേ അടുത്ത് കറണ്ട് ലീഡ് ചെയ്തപ്പോൾ നമ്മൾ അത് ഡാർക്കൻ ചെയ്തേക്കുന്നു. സോറി, EMF ലീഡ് ചെയ്തപ്പോൾ കറണ്ട് നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരച്ചു. അതൊന്ന് തിരിച്ചു വരച്ചാൽ മതി. ഇവിടെ ഇക്ക് പകരം ഐയും ഇക്ക് പകരം ഐയും ഇവിടെ ഐക്ക് പകരം ഇ എന്നും മറ്റേ ഒരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. ഈ 3 ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ സിമ്പിളായിട്ട് പഠിക്കാം, ശരി മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. ഇനി ഈ ചാപ്റ്ററിലെ രാജാവാണ് അടുത്തത്, LCR സർക്യൂട്ട്. അടുത്തത് നമ്മുടെ AC എന്ന് പറയുന്ന ചാപ്റ്ററിലെ രാജാവ്. രാജാവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ച ക്വസ്റ്റ്യനുള്ളതാണ്, അല്ലാതെ രാജാവ് മന്ത്രി കളിച്ചല്ല. ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ LCR സർക്യൂട്ട് ആണ്. ഇനി പറയുന്ന മറ്റൊരു പേര് സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയാം. നിങ്ങൾ നോക്കിയിട്ട് L എന്ന് പറയുന്നത് ഇൻഡക്ടർ ആണ്, എന്റെ സിമ്പിൾ ഇതാണ്. C എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്, എന്റെ സിമ്പിൾ ഇതാണ്. റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇത് C, റെസിസ്റ്റർ R ഉണ്ടോ. ഇതാണ് സീരീസ്, ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുക. ഇതിങ്ങനെ കണക്ട് ചെയ്ത് AC ആയിട്ടൊക്കെ കണക്ട് ചെയ്താൽ ഇതാണ് സർക്യൂട്ട് ഡയഗ്രം. ആണ്ടത് LACAR. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലിന്റെ വോൾട്ടേജും സിയുടെ വോൾട്ടേജ്, അതായത് ഇൻഡക്ടറിന്റെ വോൾട്ടേജും കപ്പാസിറ്ററിന്റെ വോൾട്ടേജും റെസിസ്റ്ററിന്റെ വോൾട്ടേജും കൂട്ടുന്നതാണ് ഇവിടുത്തെ വോൾട്ടേജ്. AC-യുടെ എഫക്റ്റീവ് വോൾട്ടേജ്. ഏതിന്റെയൊക്കെ വോൾട്ടേജ് കൂട്ടുന്നത്, എല്ലിന്റെ, സിയുടെ, ആറിന്റെ. NCERTക്ക് ഇതൊന്നും തപ്പിയ കിട്ടത്തില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലിന്റെ വോൾട്ടേജ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ച എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ അല്ലേ, അല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E ഈസിക്കൽ ടു L ഇൻറ്റു di/dt. ഇക്ക് പകരം നമുക്ക് എപ്പോഴും V എന്ന് കൊടുക്കാം. ഇക്ക് പകരം V എന്ന് കൊടുക്കുമ്പോൾ V ഈസിക്കൽ ടു L ഇൻറ്റു di/dt. ഇതാണ് എല്ലിന്റെ വോൾട്ടേജ്. ഓർത്തോണേ, എല്ലിന്റെ വോൾട്ടേജ് കിട്ടുന്നത് എങ്ങനെയാണ്, ഇത് വേണമെങ്കിൽ ഒരു കാണാൻ ഒരു സ്റ്റെപ്പായിട്ട് പറയാം, പഠിക്കുന്നല്ലോ, അല്ലാതെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും ഇതിൽ നല്ലത്. ഇനി ആറിന്റെ വോൾട്ടേജ്, R ഈസിക്കൽ ടു V/I. അതിൽ നിന്ന് V കണ്ടുപിടിച്ചിട്ട് അത് ഓംസിൽ വെച്ചിട്ടാണല്ലോ ആണല്ലോ. V ഈസിക്കൽ ടു RI. V ഈസിക്കൽ ടു RI. അതാണ് ഏതിന്റെ വോൾട്ടേജ്, നമ്മുടെ ആറിന്റെ വോൾട്ടേജ്. എന്നിട്ട് എല്ലിന്റെ വോൾട്ടേജ് കഴിഞ്ഞു, ആറിന്റെ വോൾട്ടേജ് കഴിഞ്ഞു. സിയുടെ വോൾട്ടേജ്
സിയുടെ മെയിൻ ഇക്വേഷൻ, കപ്പാസിറ്റർ മെയിൻ ഇക്വേഷൻ സി ഇസിക്കൽ ക്യൂ ബൈ വി. അതിൽ നിന്ന് വി ഇസിക്കൽ ടു ക്യൂ ബൈ സി. അന്നേരം മൂന്നെണ്ണത്തിന്റെയും വോൾട്ടേജ് ആയി. ഏതിന്റെ? എല്ലിന്റെയും സിയുടെയും ആറിന്റെയും, എല്ലിന്റെ ആറിന്റെയും സിയുടെ എല്ലാം വോൾട്ടേജ് ആയി. അന്നേരം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടാം. എല്ലിന്റെ വോൾട്ടേജ് എന്തുവാ? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആറിന്റെ വോൾട്ടേജ് എന്തുവാ? ആർ ഐ പ്ലസ് സിയുടെ വോൾട്ടേജ് എന്തുവാ? ക്യൂ ബൈ സി അല്ലേ, ഈസിക്കൽ ടു വി. ക്ലിയർ ആണോ? ഇ എന്ന് പറഞ്ഞാൽ ഇ സീറോ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? വി സീറോ സൈൻ ഒമേഗ ടി ആയിരിക്കത്തില്ലേ? അത് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഐ പ്ലസ് ക്യൂ ബൈ സി ഈസിക്കൽ ടു വിക്ക് വരെ കൊടുക്കാം വി സീറോ സൈൻ ഒമേഗ ടി. ഈ രണ്ട് സ്റ്റെപ്പ് ക്ലിയർ ആണേ. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഐ ഈസിക്കൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ഐ ഈസിക്കൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഇങ്ങോട്ട് നോക്കിയിട്ടേ. അങ്ങനെയാണെങ്കിൽ ഡി ഐ ബൈ ഡി ടി എന്തുമായിരിക്കും? ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ പഠിച്ചല്ലേ? ഡി ബൈ ഡി ടി ഓഫ് താണ്ടി ഈ ഐക്ക് പകരം എനിക്ക് താണ്ടി ഇത് കൊടുക്കാം, ഡി ക്യൂ ബൈ ഡി ടി. ഇത് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതത്തുള്ളൂ, ഡി സ്ക്വയർ ക്യൂ ബൈ ഡി സ്ക്വയർ ടി സ്ക്വയർ എന്നല്ല ഡി ടി സ്ക്വയർ. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതുകൊണ്ടാണ് ഡി സ്റ്റെപ്പ് പോകുന്നത്. ഡി ഐ ബൈ ഡി ടിക്ക് പകരം ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ. ഇനി നിങ്ങളാണ്ടേ ഈ സ്റ്റെപ്പിൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടിക്ക് വരെ കൊടുക്കാം ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ഈ ഐക്ക് വരെ കൊടുക്കാം ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി സിക്കൽ ടു വി സീറോ സൈൻ ഒമേഗ ടി. 1 2 3 4 5 ഇത്രയും സ്റ്റെപ്പുകളിൽ സംശയമില്ലേ? ഇനി ഇതിനകത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട രസമായിരുന്നു, അത് ഇച്ചിരി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം ഒരു 2-3 ഇക്വേഷൻ കാണാൻ പഠിക്കണം. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷനെയും സോൾവ് ചെയ്താൽ ഒരു സൊല്യൂഷൻ കിട്ടും. ക്ലിയർ ആണോ? ആ സൊല്യൂഷൻ ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കാം. ഇത് കാണാൻ പഠിച്ചോളാം കേട്ടോ. ക്രോസ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടാത്തല്ല, ഇത് കാണാൻ പഠിക്കേണ്ടതാണ്. ക്യൂ ഇസിക്കൽ ടു, കാരണം ക്യൂവിനാ സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ക്യൂ ഇസിക്കൽ ടു ക്യൂ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അതിൽ നിന്ന് ഡി ക്യൂ ബൈ ഡി ടി എന്ന് കണ്ടുപിടിച്ചേ. ക്യൂ സീറോ കോൺസ്റ്റന്റ്, സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. വീണ്ടും ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒമേഗ. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഡി ക്യൂ ബൈ ഡി ടി ഇസിക്കൽ ടു ഒമേഗ ഇങ്ങോട്ട് ആദ്യം എഴുതാം ഒമേഗ ക്യൂ സീറോ, ബാക്കി എന്ത് വരും? കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ക്ലിയർ ആയല്ലോ? ഇനി ഇത് ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. ഒരു ഐ ഇസിക്കൽ ടു ഡി ക്യൂ ബൈ ഡി ടി ഇസിക്കൽ ടു ഇതെന്തുവാ? ഒമേഗ ക്യൂ സീറോ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. എ ഇസിക്കൽ ടു ബി ഇസിക്കൽ ടു സി എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഇസിക്കൽ ടു സി എന്ന് എഴുതി എങ്ങനെ എഴുതാം? ഐ ഇസിക്കൽ ടു ഒമേഗ ക്യൂ സീറോ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. എ ഇസിക്കൽ ടു ബി ഇസിക്കൽ ടു സി എന്ന് പറഞ്ഞാൽ എ ഇസിക്കൽ ടു സി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഐ ഇസിക്കൽ ഒമേഗ ക്യൂ സീറോ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇവിടെ ഒമേഗ ക്യൂ സീറോ എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ്, അത് കാണാൻ പറഞ്ഞിരിക്കണം. ഐ സീറോ ആണ് കേട്ടോ. ഇതും പഠിച്ചോണേ. ഒമേഗ ക്യൂ സീറോയ്ക്ക് വരാൻ കൊടുക്കാം ഐ സീറോ. എന്നൊരു ഇക്വേഷൻ എന്ത് വരും? ഐ ഇസിക്കൽ ടു ഐ സീറോ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇനി അടുത്തത് കാണാപ്പാടം പഠിക്കും. ഈ മൂന്നെണ്ണം കാണാപ്പാടം പഠിക്കേണ്ടത്. ക്യൂ എ ഒമേഗ ക്യൂ സീറോ, തീറ്റയ്ക്ക് പകരം -π/2 പ്ലസ് 5 എന്ന് കൊടുക്കണം. അതാണ് ഈ തീറ്റയ്ക്ക് പകരം. അതായത് എഴുതാം ഐ ഇസിക്കൽ ഐ സീറോ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഒമേഗ ടി പ്ലസ് തീറ്റയ്ക്ക് പകരം കൊടുക്കാം -π/2 പ്ലസ് 5. ഇനി നിങ്ങൾ നോക്കി, കോസ് ഒമേഗ ടി മൈനസ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കോസ് ഒമേഗ ടി -π/2 എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐ ഇസിക്കൽ ഐ സീറോ അതെ സൈൻ ഒമേഗ കോസ് ഒമേഗ ടി -π/2 ഇത്രയും ഭാഗത്തിന് പകരം സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് എൽ. അതിൻ്റെ ഒരു കണ്ടീഷനാണ് കേട്ടോ. ഇത് ഐ ഇസിൽ ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് 5. അടുത്തത് ഐ ഇസിൽ ഐ സീറോ സൈൻ ഒമേഗ ടി -5. ജനറലായിട്ട് എഴുതുമ്പോൾ ഐ ഇസിൽ ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസും മൈനസും ഉള്ളത് ഒരുമിച്ച് ചെയ്ത പ്ലസ് ഓർ മൈനസ് 5. കണ്ടീഷൻ ഓർത്തോളം ആദ്യത്തെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് എല്ലും എക്സ് ഈസ് ലെസ് ദാൻ എക്സ് എല്ലും. ഇത് പഠിക്കാൻ വലിയ പ്രയാസമില്ല, പക്ഷെ നല്ലപോലെ ഈ പറഞ്ഞ പോലെ എഴുതി പഠിച്ചാൽ നല്ല ക്ലിയർ കട്ടായിട്ട് പഠിക്കാം. ഇതാണ് LCR സർക്യൂട്ട്. പണ്ടൊരു 6-7 പേജുള്ള ഒരു ലെങ്തി എസ്സേ ആണ്. അതിനെ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. ഗവൺമെന്റ് തന്നെ പറഞ്ഞു പിള്ളേരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത്. ഓക്കെ,
LCR സർക്യൂട്ട് നല്ലപോലെ എഴുതി പഠിക്കുക, ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള. അടുത്ത മക്കളെ പവർ ഫാക്ടർ ആണ്. നമ്മൾ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചിലത് വിചാരിക്കും, ഓ ഇത് പഠിക്കണ്ട, ഇത് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ പരീക്ഷയിൽ ചോദിക്കും, അയ്യോ ബാക്കി എല്ലാം ഞാൻ പഠിച്ചു, ഇത് മാത്രം ഞാൻ പഠിച്ചില്ല. ഇങ്ങനെ തോന്നുന്ന ഒരു ടോപ്പിക്കാണ് പവർ ഫാക്ടർ. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പലപ്പോഴും പലരും പഠിക്കത്തില്ല. ഇതിന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ പവർ ഫാക്ടർ എന്താന്ന് പറയുന്നത്, പവർ ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി കൊസൈൻ ഓഫ് ദി, കൊസൈൻ എന്ന് പറയുന്നത് കോസ് തീറ്റ ആണ്, ഓഫ് ദി ഫേസ് ആംഗിൾ, ഫേസ് ആംഗിൾ ഓഫ് ആംഗിൾ കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് ഫൈ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ആൻ AC സർക്യൂട്ട്. കറണ്ടും വോൾട്ടേജ്, ഒരു AC സർക്യൂട്ടിലെ കറണ്ടിനും വോൾട്ടേജിനും ഇടയിലുള്ള കോസിന്റെ ആംഗിളിനെ പറയുന്ന പേരാണ് പവർ ഫാക്ടർ, ഡിനോട്ട് ലെറ്റർ കോസ് ഫൈ. ഈ ഡെഫിനേഷൻ പഠിച്ചോണം, വാട്ട് ഈസ് പവർ ഫാക്ടർ ചോദിക്കും. ഇനി ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് തുടങ്ങാം. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ആണ് V = V0 sin ωt, E = E0 sin ωt പഠിച്ചല്ലോ. അതുപോലെ V = V0 sin ωt. I എന്ന് പറയുന്നത് പഠിച്ചാൽ നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ I0 sin ωt - ϕ. ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കണേ, ഇതാണ് തുടങ്ങുന്നത്. വിയും ഐക്കും ഉള്ള ഇക്വേഷൻ, വിക്കും ഐക്കും ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പവറിനുള്ള ഇക്വേഷൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചോ, +1 പഠിച്ചാണ്. P = VI, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നതാണ് പവർ. P = VI. ഇവിടെ വിയും ഐ ഇവിടെ കിടപ്പുണ്ട്, അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. P = നോക്കിയേ, വിക്ക് പകരം എനിക്ക് കൊടുക്കാം V0 sin ωt ഇൻറ്റു ഐക്ക് പകരം കൊടുക്കാം I0 sin ωt - ϕ. ക്ലിയർ ആണോ? P = ഞാൻ ഈ V0 I0 ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതുക. അതായത് P = V0 I0 sin ωt sin ωt - ϕ. ക്ലിയർ ആണ്? P = V0 I0 sin ωt sin ωt V0 I0 ഒരുമിച്ച് എഴുതി, ബാക്കി sin ωt sin ωt - ϕ. എടാ ഈ sin ωt - ϕ എന്ന് പറയുന്നത് ഈ ഫോമിൽ എടുക്കുന്നത് sin of A - B, ട്രിഗണോമെട്രി പഠിക്കുന്ന sin A cos B minus cos A sin B. ഈ ബയോളജി സയൻസ് പഠിക്കുന്നവർക്ക് കണക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മാത്സ് നിങ്ങൾ അതെല്ലാം പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ആകരുത് കേട്ടോ. ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പഠിക്കണം ഫിസിക്സ് കേട്ടോ, നന്നായിട്ട് എഴുതി പഠിക്കണം. ഹോം സയൻസുകാർക്കൊക്കെ ചിലപ്പോൾ കണക്ക് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ അവർ ഇവിടെ കഷ്ടപ്പെട്ടാലും നിങ്ങൾ വിചാരിച്ചാൽ മതി, മറ്റവർക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഓക്കെ ആവും കേട്ടോ. ഹോം സയൻസുകാർക്ക്, കമ്പ്യൂട്ടർ സയൻസുകാർ പിന്നെ കണക്ക് പഠിക്കുന്നതാണല്ലോ. അന്നേരം sin of A - B എന്ന് പറഞ്ഞാൽ sin A cos B minus cos A sin B. എക്ക് പകരം ഇവിടെ ഒമേഗാറ്റി എന്ന് കൊടുക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറയുന്നത് ഒമേഗാറ്റി. ബിക്ക് പകരം ഫൈ എന്ന് കൊടുക്കുക. അന്നേരം നിങ്ങൾ നോക്കിയേ, sin ωt - ϕ എങ്ങനെ എഴുതാം, ബാക്കി എല്ലാം അതുപോലെ എഴുതുക. V0 I0 sin ωt, sin of ωt - ϕക്ക് പകരം sin ωt cos ϕ, sin A cos B, sin ωt cos ϕ minus cos ωt sin ϕ. അടുത്ത ശ്രദ്ധിച്ചോണേ, V0 I0 എടാ ഈ sin ωt കൊണ്ട് ഈ ടേമിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. sin ωt ഇൻറ്റു sin ωt എന്ന് വരും sin സ്ക്വയർ ωt ഇൻറ്റു cos ϕ മൈനസ് sin ωt ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ sin ωt cos ωt sin ϕ. ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പാണേ. ഇനി sin ωt cos ωtക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? അതിനാണ് 2 sin A cos A, ട്രിഗണോമെട്രി ആണ്. 2 sin A cos A എന്ന് പറഞ്ഞാൽ sin 2A. അങ്ങനെയാണെങ്കിൽ sin A cos A എന്ന് പറഞ്ഞാൽ എന്ത് വരും? sin 2A by 2. ഈ 2 2 ഒന്നും വെട്ടിപ്പോരുത് കേട്ടോ. ഈ എക്ക് പകരം നിങ്ങൾ ωt എന്ന് കൊടുത്തു, എന്നിട്ട് വരും sin ωt cos ωt is equal to sin 2 ωt by 2. ഉണ്ടോ? അതാണ് P = V0 I0 sin സ്ക്വയർ ωt cos ϕ sin ωt cos ωtക്ക് പകരം ആണ് ഇവനെ കൊടുക്കാം sin 2 ωt ഇൻറ്റു ആണ് ഇവിടുത്തെ sin ϕ. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ, തുറന്നൊന്നും ചെയ്യത് കേട്ടോ. ഇത്ര ഇക്വേഷൻ പഠിച്ചാൽ ഇനി അങ്ങോട്ട് എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിന്റെ ആവറേജ് പവർ കണ്ടുപിടിക്കാം. ആവറേജ് പവർ, ഇനി പവറിന്റെ ആവറേജ് എടുക്കുന്നതാണ് ഇതാ സിമ്പിൾ. മറ്റേ ഇക്വേഷൻ തന്നെ ഈ സിമ്പിൾ അങ്ങോട്ട് കൊടുത്തു, ആവറേജ് പവർ ഇസിക്കലി ഇപ്പുറത്തും രണ്ട് സൈഡിലും സിമ്പിൾ കൊടുത്തു, ആവറേജ് കാണിക്കാം. V0 I0 sin സ്ക്വയർ ωt cos ϕ, മറ്റേത് തന്നെ ഇക്വേഷൻ sin 2 ω by 2 ഇൻറ്റു sin ϕ. എന്നിട്ട് ഈ സിമ്പിൾ കൊടുത്ത് അവസാനിച്ചു ആവറേജ് കാണിക്കാൻ വേണ്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത് V0 I0 പുറത്തെടുത്തു, ആവറേജ്
മാത്രമുള്ള ടേമുകളുണ്ട്. ഇപ്പം V0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് ഒരു വാല്യൂ ഉണ്ട്. സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് 1/2 ആണ്. അതുപോലെ സൈൻ 2 ഒമേഗ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് ആണ്, 0 ആണ്. നിങ്ങൾ നോക്കി, ആവറേജ് ആയിട്ടുള്ളതെല്ലാം ആവറേജ് ആയിട്ടില്ലാത്തതെല്ലാം പുറത്തെടുക്കാം. V0 I0 പുറത്തെടുത്തു. ആവറേജ് ആയിട്ടുള്ള ഏതാ? സൈൻ സ്ക്വയർ ഒമേഗ ടി ആവറേജ് ആക്കി, ബാക്കി കോസ് വൈ മൈനസ് സൈൻ 2 ഒമേഗ ടി ആവറേജ് എടുത്തു, ബാക്കി മൈനസ് V0 I0 പുറത്തെടുത്തു, സൈൻ സ്ക്വയർ ഒമേഗ ടി ആവറേജ് ചെയ്തു ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ 5/2 പുറത്തെടുത്തു, ബാക്കി ആവറേജ് ചെയ്യേണ്ടത് സൈൻ 2 ഒമേഗ ടി. ഇവിടെ സൈൻ സ്ക്വയർ ഒമേഗ ടി 1/2 ആണ്, സൈൻ 2 ഒമേഗ ടി 0 ആണ്. സൈൻ 2 ഒമേഗ ടി 0 ആണെങ്കിൽ ഇത് 0 ആണെങ്കിൽ ഈ ടേമേ അങ്ങ് പോകും, ഈ ടേം അങ്ങ് പോയി. ഇനി ബാക്കി നോക്കി, ആവറേജ് പവർ ഈസ് ഈക്വൽ ടു V0 I0 കോസ് വൈ ഇൻറ്റു 1/2. അത് തന്നെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, V0 I0/2 ഇൻറ്റു കോസ് വൈ. നിങ്ങൾക്കറിയാമല്ലോ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ ആണ്, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ V0 I0/2 നമുക്ക് എങ്ങനെ എഴുതാം? V0/√2 ഇൻറ്റു I0/√2 ഇൻറ്റു കോസ് വൈ. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, അതുകൊണ്ട് എങ്ങനെ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ? ഇനി V0/√2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഈ ചാപ്റ്ററിൽ VRMS എന്നാണ്. I0/√2 എന്ന് പറഞ്ഞാൽ IRMS ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് വൈ. ഓക്കെ, ഇനി അതിൽ നിന്ന് കോസ് വൈ ഈസ് ഈക്വൽ ടു കോസ് വൈ എന്ന് പറയുന്നതാണ് എന്ത്? പവർ ഫാക്ടർ. ഇതും എഴുതി പഠിക്കേണ്ട ഡെറിവേഷൻസ് തന്നെ ചൂടെ ശ്രദ്ധിച്ച് ഈ ആവറേജ് ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഇങ്ങനെയുള്ള ഇക്വേഷൻസ്, ബേസ് ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോക്കിയേക്കണം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പവർ ഫാക്ടർ ഇതെല്ലാം എഴുതി പഠിക്കേണ്ടതാണ്. നമുക്ക് വായിച്ചെങ്ങനെ പഠിക്കാൻ പറ്റും? V0 അത് ഒരിക്കലും ഓർത്തിരിക്കത്തില്ല. നല്ലപോലെ എഴുതി നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് ഒരു പേപ്പർ എടുത്ത് നല്ല വൃത്തിയായിട്ട് അങ്ങ് എഴുതി നിങ്ങൾ പഠിക്കുന്നവരെ പഠിച്ചാൽ പരീക്ഷ വരെ മാറുന്നില്ല. ഓക്കെ ആണോ? ഇനി ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ, വെരി ഇമ്പോർട്ടൻറ്റ്, ഇംപിഡൻസ്. അടുത്ത ടോപ്പിക്ക് മക്കളെ ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ, ഇംപിഡൻസിന്റെ ഡെറിവേഷൻ. എന്താണ് ഇംപിഡൻസ്? ഇപ്പൊ നമ്മൾ കറണ്ടിന്റെ ഫ്ലോയെ തടയുന്നതിനെ പറയുന്ന പേരാണ് റെസിസ്റ്റർ. ആ പ്രോപ്പർട്ടി പറയുന്ന പേര് റെസിസ്റ്റൻസ് ആണ്. കറണ്ട് എന്ന് പറയുമ്പോൾ AC-യും DC അല്ല, എല്ലാത്തരം കറണ്ട്. പക്ഷെ AC-യെ മാത്രം തടുക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. ഡിനോട്ട് ലെറ്റർ Z ആണ് കേട്ടോ. എന്താണ് ഇംപിഡൻസ്? ആദ്യം പഠിച്ചു. ഇംപിഡൻസ് ഈസ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഓഫേർഡ് ബൈ ദി സർക്യൂട്ട് അഗൈൻസ്റ്റ് ദി ഫ്ലോ ഓഫ് AC. AC-യുടെ ഫ്ലോയെ തടുക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. ഇംപിഡൻസ് പറഞ്ഞ റെസിസ്റ്റൻസ് തന്നെയാണ്, പക്ഷെ AC-യെ തടുക്കുന്നതാണ്, AC-യുടെ ഫ്ലോയെ തടുക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. ഡിനോമിനേറ്റർ Z ആണ്. ഇതൊരു ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. നമ്മൾ നോക്കിയിട്ട് ABC. ABക്ക് ഇടയിലുള്ളത് R ആണ്. R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ആണ്. ഓമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓംസ് ലോയിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ്. BCക്ക് ഇടയിലുള്ള X ആണ്. X എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്. റിയാക്റ്റൻസ്. Z എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ്. നിങ്ങൾ നോക്കി, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മക്കളെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ട് Z സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് X സ്ക്വയർ. അതിൽ നിന്ന് Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് X സ്ക്വയർ. Z സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് X സ്ക്വയർ. അതിൽ നിന്ന് Z ഈസ് ഈക്വൽ ടു Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ R സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ X സ്ക്വയർ. അതിന് Z ഈസ് ഈക്വൽ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് X സ്ക്വയർ. എന്നാൽ ഇംപിഡൻസിനുള്ള ഇക്വേഷൻ ആയി. ഇനി ഇംപിഡൻസ് ട്രയാങ്കിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ തന്നെ ABC is an impedance triangle. ശരിയല്ലേ? AB represents ohmic resistance. Ohmic resistance എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓംസ് ലോയിലുള്ള ഓംസ് ലോ ചെയ്യുന്ന റെസിസ്റ്റൻസ്. BC represents reactance. Reactance ആണ് X. And AC represents impedance Z of the circuit. ഇനി ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാം? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് ഉറപ്പായിട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കാം അല്ലേ? നമ്മളൊരു കാര്യം കണ്ടുപിടിക്കുന്നത് ഇംപിഡൻസ് ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ആദ്യം ഇംപിഡൻസ് കണ്ടുപിടിക്കാം. Z ഈ ഇക്വേഷൻ വെച്ച് റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് X സ്ക്വയർ.
പിന്നെ പവർ ഫാക്ടർ അല്ല പവർ ഫാക്ടർ കോസ് ഫൈ കണ്ടുപിടിക്കാം. നോക്കി, കോസ് ഫൈ എന്ന് പറഞ്ഞാൽ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോണിസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നതാണ് ആർ, ഹൈപ്പോണിസ് എന്ന് പറയുന്നതാണ് ഇസഡ്. അന്നേരം കോസ് ഫൈ ഈസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ്. 3, ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് EMF ഓഫ് ദി സർക്യൂട്ട്. കറണ്ടിനും EMF-നും ഇടയിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആംഗിൾ കണ്ടുപിടിക്കാനും ഏത് സഹായിക്കും? ഇംപെഡൻസ് ട്രയാങ്കിൾ. ഇംപെഡൻസ് ട്രയാങ്കിൾ കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ്: ഇംപെഡൻസ് ഓഫ് ദി AC സർക്യൂട്ട്, പവർ ഫാക്ടർ കോസ് ഫൈ ഈക്വൽ ആർ ബൈ ഇസഡ്, ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് EMF ഓഫ് ദി സർക്യൂട്ട്. ക്ലിയർ ആയോ? ഇനി എക്സ്പ്രഷൻ ഫോർ ഇംപെഡൻസ്. ഇത് എളുപ്പമാണ്, ശരി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാപ്പാടം പഠിച്ചാൽ മതി. നോക്കിക്കട്ടെ, VL എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. VL എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെ വോൾട്ടേജ്, VC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ്, VR എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ വോൾട്ടേജ്. ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് VC മൈനസ് VL. V റിസൾട്ടന്റ് ആണ് നാണ്ടിത്. ഈ ഹൈപ്പോട്ടന്യൂസ് ഉള്ളതാണ് V റിസൾട്ടന്റ്, എഫക്റ്റീവ് വോൾട്ടേജ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കി, ഈ 3 എണ്ണം ശ്രദ്ധിച്ചോണേ. VL എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെ വോൾട്ടേജ്. അതെന്ത് എഴുതിയിരിക്കുന്നത്? ഇപ്പം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ഓംസ് അനുസരിച്ച് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. VL-ന്റെ I ആണ് കറണ്ട് ഇവിടെ. XL എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കേട്ടോ. അതുപോലെ VC I അതുപോലെ R-ന് പകരം XC, ഇവിടെ XL ആണ്, ഇവിടെ XC. VR എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വോൾട്ടേജ്, അത് I ഇൻറ്റു R. ഈ 3 ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. കാണാപ്പാടം പഠിക്കണമെങ്കിൽ മനസ്സിലാക്കി പഠിച്ചാൽ ഓക്കെ. ഇനി എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയില്ല, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അന്നേരം ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് VR, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് VC മൈനസ് VL. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, V സ്ക്വയർ ഈസ് ഈക്വൽ ടു VR സ്ക്വയർ പ്ലസ് VC മൈനസ് VL ദി ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VC മൈനസ് VL ദി ഹോൾ സ്ക്വയർ. ആ സ്റ്റെപ്പ് എവിടെ എഴുതിയിരിക്കുന്നത്? ഈ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അന്നേരം V ഈസ് റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VC മൈനസ് VL ദി ഹോൾ സ്ക്വയർ. VR-ന് പകരം കൊടുക്കാം IR. അന്നേരം V ഈസ് റൂട്ട് ഓഫ് IR ദി ഹോൾ സ്ക്വയർ പ്ലസ് VC-ക്ക് പകരം കൊടുക്കാം IXC മൈനസ് VL-ന് പകരം കൊടുക്കാം IXL ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ എല്ലാം കോമൺ ആയിട്ട് എന്തുണ്ട്? IR സ്ക്വയർ, IXC, IXL, I കോമൺ ഉണ്ട്. അന്നേരം VC-ൽ I ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ. ഈ I ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നു, വീട് താഴെ. അതായത് V ബൈ I എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ V ബൈ I എന്ന് പറഞ്ഞാൽ R ആണ്, ഓംസിനനുസരിച്ച്. ഈ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ റെസിസ്റ്റൻസിന് പകരം എന്ത് കൊടുക്കാം? ഇംപെഡൻസ്. റെസിസ്റ്റൻസ് തന്നെയാണ് ഇംപെഡൻസ് അല്ലേ? V ബൈ Aക്ക് വരെ Z എന്ന് കൊടുക്കുക. Z ഈസ് ഈക്വൽ ടു ഫൈനൽ ഇക്വേഷൻ കിട്ടി. ബാക്കി അങ്ങ് എഴുതിയാൽ Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ. ഈ I ഇങ്ങനെ താഴോട്ട് വന്നു, ഓർത്തോണം, അത് മാർക്കല്ലേ. അതിന് പകരം Z എന്ന് പറഞ്ഞാൽ Z ഈസ് റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ. ഇതാണ് ഇംപെഡൻസിന്റെ ഡെറിവേഷൻ. കംപ്ലീറ്റ് പാക്കേജ് ആണ്. നമ്മൾ AC-ക്കകത്തെ എല്ലാ ഡെറിവേഷൻസും നല്ല അടിപൊളി കിണ്ണം കാച്ചായിട്ട് തീർത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് പഠിച്ച് വൃത്തിയാക്കി പഠിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിനായാലും ക്രിസ്മസ് പരീക്ഷയ്ക്കായാലും നല്ല ഉഗ്ര മാർക്ക് കിട്ടും. അന്നേരം നല്ല ഗംഭീരമായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് നിർത്തുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുക, ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്ത് കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ വണക്കം.